സനാതനധർമ്മത്തിനെ പറ്റി ഉള്ള ഭാഗമാണ് ഈ ഗീതയും. ഗീതയ്ക്കും മറ്റ് മതഗ്രന്ഥങ്ങൾക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇത് മറ്റു ഗ്രന്ഥങ്ങളിൽ കുറേ കഥകളോട് കൂടി പറയാണ്. അപ്പോൾ നമ്മുടെ ഈ അറ്റൻഷൻ മാറാൻ വഴിയുണ്ട്. ഇവിടെ അങ്ങനെയില്ല. ഗീത പ്യുവർ സയൻസ് പറയണം. അപ്പോൾ അത് മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. വാക്കിൻ്റെ സംസ്കൃതം അറിയാത്തതുകൊണ്ട് പണി ഒരു അർത്ഥം പറയാമെന്നല്ലാണ്ട് മറ്റു കാര്യങ്ങൾ ഒരു പ്രയാസമില്ല ഗീതയ്ക്ക്. കാരണം സത്യം മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ആ സത്യം സത്യമാക്കാനേ വിഷമമുള്ളൂ. ഇപ്പോൾ പകലാണെന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടില്ല, സൂര്യൻ നോക്കി മനസ്സിലായി. ഇപ്പം രാത്രിയാണെന്ന് പറഞ്ഞെങ്കിൽ പല വിഷമങ്ങളുണ്ടാകും, എന്നിട്ട് ശരിയാവില്ല. അപ്പോൾ ഇവിടെ എന്തിനാ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഗീത 2-ാം അധ്യായത്തിൽ ജീവിതശാസ്ത്രം മുഴുവൻ പറഞ്ഞു. 1 ആത്മാവിൻ്റെ അമരത, 2 ജീവൻ്റെ പുനർജന്മം, 3 സ്വധർമ്മത്തിൻ്റെ അബാധ്യത. സ്വധർമ്മം നമ്മളെ ബാധിക്കില്ല ചെയ്താൽ. കർമ്മയോഗം, അങ്ങനെ സാഖ്യവും കർമ്മവും കൂട്ടിൽ അത് അവിടെ പറഞ്ഞു കഴിഞ്ഞു. അത് പറഞ്ഞ് കേട്ടപ്പോൾ അവസാനം പറഞ്ഞത് ബ്രഹ്മനിർവ്വാണം എന്ന് പറഞ്ഞു. അവിടെ എത്തിയപ്പോൾ അർജുനന് സാമാന്യത്തിൽ ആലോചിച്ചാൽ ഒരു സംശയം ഉണ്ടാവാൻ വയ്യ, എങ്കിലും ഒരു ചെറിയ സംശയം വരാൻ ഇടവന്നു. അതാണ് 49-ാമത്തെ ശ്ലോകം. ജായസി ഇവിടെ എന്താണ് അർജുനൻ ചോദിക്കുന്നത്? ആദ്യത്തെ ചോദ്യമാണത്. ജായസി ചൽ കർമ്മണസ്ഥേ മതാബുദ്ധൻ ജനാർദ്ദന തൽക്കിം കർമ്മണി ഘോരേമാം നിയോജസ് കേശവ. ഭഗവാനെ, ബുദ്ധിയോഗമാണ് അധികം നല്ലത് എങ്കിൽ ഈ ഘോരമായ കർമ്മത്തിൽ എന്തിനാ എന്നെ നിയോഗിക്കണം എന്നാ ചോദ്യം. വാസ്തവത്തിൽ ശരിയല്ലേ? ബുദ്ധിയോഗമാണ് നല്ലതെന്ന് വെച്ചാൽ അത് ചോദിക്കാനുള്ള കാരണം 49-ാമത്തെ ശ്ലോകമാണ്. അവിടെ ഭഗവാൻ ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആലോചിച്ചാൽ ഒരു സംശയം വരാം എന്ന് മാത്രമേ ഉള്ളൂ. അതെന്താ വെച്ചാൽ ദൂരേണ ഹ്യപരം കർമ്മ ബുദ്ധിയോഗാൽ ധനഞ്ജയ ബുദ്ധോ ശരണമന്വിച്ഛ കൃപണ ബലഹേതവ. 49-ാമത്തെ ശ്ലോക. ഭഗവാനോട് പറഞ്ഞത് ഈ കർമ്മമുണ്ടല്ലോ അത് വളരെ താഴ്ന്നതാണ്. ഏതിനെ അപേക്ഷിച്ചിട്ട്? സമത്വബുദ്ധിയെ അപേക്ഷിച്ചിട്ട്. അതുകൊണ്ട് നീ സമത്വബുദ്ധിയെ ശരണം പ്രാപിക്കേ. ഫലം കിട്ടണമെന്ന് വിചാരിച്ച് പണിയിരുന്നല്ലോ അവർ ദയാർഹന്മാരാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറ സമത്വബുദ്ധിയായിട്ട് ഇരിക്കില്ലല്ലേ വേണ്ടത് എന്ന് തോന്നാം ഇത് കേട്ടാൽ. പക്ഷേ അതൊരു പ്രശ്നമുണ്ട്. എന്തെങ്കിലും കർമ്മം ചെയ്തിട്ടല്ലേ സമത്വം ഉണ്ടോ എന്ന് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആൾ അയാളുടെ ബുദ്ധി സമമാണോ അല്ലയോ എന്നൊന്നും മറക്കാൻ മനസ്സിലായില്ല. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ ടച്ചിങ് സ്റ്റോൺ പറഞ്ഞിട്ടുണ്ട്, ഉരച്ചു നോക്കുക സ്വർണം. അതുപോലെ ഈ സമത്വം ഉണ്ടോ എന്നുള്ളത് കർമ്മത്തിൽ കൂടിയേ പറ്റും, അല്ലെങ്കിൽ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അയാൾക്ക് അത്ര തോന്നിയില്ല. ഒരു കർമ്മം ചെയ്ത് കർമ്മത്തെ പറ്റിയിട്ടൊരു കഥ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ കർമ്മത്തിൻ്റെ ബാഹ്യരൂപത്തിന് ഒരു വിലയില്ല, അതിൻ്റെ ഭാവനയ്ക്കാണ് വില. ഉദാഹരണം പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ശുശ്രൂഷിക്കുന്നു, എനിക്ക് സുഖമില്ലാണ്ട് കിടക്കുകയാണ്, എൻ്റെ അമ്മ എന്നെ ശുശ്രൂഷിക്കുന്നു, നേഴ്സും എന്നെ ശുശ്രൂഷിക്കുന്നു. വാസ്തവത്തിൽ നോക്കിയാൽ ചിലപ്പോൾ അമ്മയേക്കാൾ വളരെ മനസ്സിരുത്തി ശ്രദ്ധിച്ചിട്ടാവും ഈ നേഴ്സ് ശുശ്രൂഷിക്കുക. കാരണം അവർക്ക് വിവരാധികം ഉണ്ടല്ലോ ഉണ്ട്. അപ്പോൾ കണ്ടാൽ തോന്നും നേഴ്സാണ് ശുശ്രൂഷിക്കുന്നത്. അത് കർമ്മത്തിൻ്റെ ബാഹ്യഭാഗം. എവിടെയാണ് അതിൻ്റെ വിഷമം വരുന്നത് വെച്ചാൽ, ഒരു മാസം കഴിഞ്ഞാൽ അവരൊരു കടലാസ് തരും എനിക്ക്. അപ്പം മനസ്സിലാക്കാം അവരുടെ ഈ പ്രവൃത്തിയിൽ ഈ മനോഭാവം ഇല്ല. കാരണം ബില്ലാണ് വരുന്നത്. അമ്മ അത്ര നന്നാറിയില്ലെങ്കിൽ ബില്ല് തരില്ല എന്ന് മാത്രമല്ല ഞാൻ എന്താ ചെയ്തതെന്നാണ് അമ്മയ്ക്ക് തോന്നുക. അപ്പോൾ ബാഹ്യകർമ്മമല്ല, അതിൻ്റെ ആന്തരമായ മനോഭാവത്തിനാണ് കർമ്മത്തിൻ്റെ മഹത്വം. അതുകൊണ്ടാണ് അമ്മയുടെ സേവനവും മറ്റവരുടെ കൂലി പ്രവൃത്തിയാണ്. അതൊക്കെയാണ് ഇപ്പോൾ ഗീത പറഞ്ഞത്. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഈ സേവന മനോഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല. മറ്റിച്ച വരുമ്പോഴാണ് വിഷമം വരുന്നത്. അപ്പോൾ ചോദിക്കുന്നു ഇങ്ങനെ ജായസീച്ചാൽ കർമ്മണസ്ഥേ. ഭഗവാൻ അങ്ങ് പറഞ്ഞു കേട്ടാൽ തോന്നും ബുദ്ധിയോഗമാണ് നല്ലത് എന്ന് പറയണു തോന്നും. പക്ഷെ ഇപ്പോൾ കർമ്മം ചെയ്യാനോട് പറയും ചെയ്യണു, യുദ്ധം ചെയ്യാൻ പറഞ്ഞു. ഇത് ഇനിയാണോ? എന്നിട്ട് അടുത്ത ശ്ലോകത്തിൽ പറഞ്ഞു വ്യാമിശ്രേണ വാക്യേന ബുദ്ധി മോഹയസീവമേ തദ്ദേകം വധ നിശ്ചിത്യ യേന ശ്രേയോഹം ആപ്നുയാം.
വ്യാമിശ്രേണ എന്ന് പറഞ്ഞാൽ അത് ചെയ്യൂ ഇത് ചെയ്യൂ മിശ്രം കൂട്ടിച്ചത് കേട്ടല്ല അങ്ങയുടെ വാക്ക് കേൾക്കുമ്പോൾ അത് ഏതാ ചെയ്യേണ്ടതെന്നൊരു ഉറപ്പ് വരുന്നില്ല. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ്, അങ്ങയുടെ കുറ്റാണെന്ന് പറയണില്ല. അങ്ങനെ ബുദ്ധിയും മോഹയസീവമേ, ആ ചോദ്യം എൻ്റെ വിവരക്കൊണ്ടാണ്. അങ്ങനക്ക് തെറ്റുണ്ടാവില്ലല്ലോ, എനിക്ക് അങ്ങനെ തോന്നണു. അതുകൊണ്ട് എന്ത് ചെയ്യുക, അപ്പം എന്തിനാ ചോദിക്കുന്നത്? തദ്ദേകം വധ നിശ്ചിത്യ, ഈ അത് ഇതെന്ന് പറയാണ്ട് ഇന്നത് മാത്രം ചെയ്യൂ എന്ന് ഉറച്ചൊന്ന് പറഞ്ഞാൽ നന്ന്. എന്താ കാര്യം? അതോ ഏന ശ്രേയോഹമാകുന്നു, അതുകൊണ്ട് ഞാൻ ശ്രേയസിനെ പ്രാപിച്ചോളാം. ഒരു ശിഷ്യനുണ്ടാവുന്ന പ്രധാനപ്പെട്ട 4 ഗുണങ്ങൾ ഈ 4 വരിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഒന്ന്, സംശയമുണ്ടെങ്കിൽ അപ്പോൾ അത് ചോദിക്കണം. അതെങ്ങനെ ചോദിക്കണം എന്നുള്ളത് 2ാമത്തെ വരി. വിനയത്തോടുകൂടി വേണം ചോദിക്കാൻ. എന്തിനാ ഈ ചോദിക്കുന്നത്? ശരിയായ ഉത്തരം അറിയാൻ. അതെന്തിനാണ്? ജീവിതത്തിൽ പകർത്താൻ. ഇതിലും മേലെ ഇനിയിപ്പോൾ എന്തൊരു കാര്യമുണ്ട്? എത്ര ആ ഗീതയുടെ രസികത്വം നോക്കൂ, എത്ര ഭംഗിയായിട്ടാണ് പറയണത്. ഈ 4 ഒരു ശിഷ്യനുണ്ടാവേണ്ട ഗുണമാണ്. അപ്പോൾ ഭഗവാന് അല്ലെങ്കിൽ ഗുരുനാഥന് സന്തോഷം തോന്നുമല്ലോ, ഇങ്ങനെയാണല്ലോ കുട്ടിയെന്ന്. പിന്നെ ഭഗവാൻ ഈ ചോദ്യം കൊണ്ടാണ് ഇനി 16 അധ്യായം പറയേണ്ടി വന്നത്. ഈ ചോദ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ ഗീത 2ാം അധ്യായത്തിൽ അവസാനിക്കേണ്ടത്. അപ്പോൾ ഭഗവാൻ ഇവിടുന്ന് അങ്ങോട്ട് ഓരോരോ മെല്ലെ മെല്ലെ കൊണ്ടുപോയി അവസാനത്തിൽ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന 18 വരെ കൊണ്ടുപോകണം. ശ്രീ ഭഗവാൻ ഉവാച ലോകസ്മിൻ ദ്വിവിധാ നിഷ്ഠ പുരാ പ്രോക്ത മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനം. കുറച്ച് സംസ്കൃതത്തിൽ തരിയുണ്ടെങ്കിൽ ഇത്രയൊന്നും വ്യാഖ്യാനം വേണ്ട ഗീതയ്ക്ക്. കാരണം അസ്മിൻ ലോകെ ദ്വിവിധാ നിഷ്ഠ, ഇവിടെ ഈ ലോകത്തിലെ 2 നിഷ്ഠകൾ, പ്രവൃത്തി നിഷ്ഠ വെച്ചാൽ ഉറച്ച തീരുമാനം. പുരാ പ്രോക്ത മയാനഘ, ഞാൻ ഇത് പണ്ടെന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. ഗീത ഇപ്പോൾ അർജുനനോട് പറയല്ല, പണ്ടെന്നെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. ഇനി 4ാം അധ്യായത്തിൽ പറയാൻ പോകുന്നുണ്ട് ഞാനിത് സൂര്യനാ പറഞ്ഞു കൊടുത്തെന്നുള്ളത്. ഇവിടെ തന്നെ അതിൻ്റെ സൂചനയുണ്ട്. മയാനഘ ജ്ഞാനയോഗേന സാഖ്യാനം കർമ്മയോഗേന യോഗിനം. സാഖ്യന്മാർ, ശാസ്ത്രജ്ഞന്മാരായവർക്ക് അവർക്ക് ജ്ഞാനയോഗം, കർമ്മയോഗേന യോഗിനം. യോഗം കൂട്ടിച്ചേർക്കുക എന്നുള്ള കർമ്മയോഗത്തിൽ അങ്ങനെ 2 തരത്തിൽ ഈ കാര്യം ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ഇത് ആദ്യം പറയല്ല പറഞ്ഞിട്ട് മാത്രമല്ല, ഈ 2നും വ്യത്യസ്തമല്ലേ. ഇനി ഒന്ന് ചെറിയ ക്ലാസ് സ്റ്റാൻഡേർഡ്, ഒന്ന് വലിയ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ ഹൈസ്കൂളും കോളേജും പോലെ കർമ്മയോഗം ഹൈസ്കൂളാണെങ്കിൽ ജ്ഞാനയോഗം കോളേജാണ്. അപ്പോൾ കോളേജിലേക്ക് പോകണമെങ്കിൽ ഹൈസ്കൂൾ കൂടി പോകണമല്ലോ. അതായ സൗകര്യമുണ്ട്. പെട്ടെന്ന് നിങ്ങൾ കോളേജിൽ പോയി ചേർന്നാൽ ബുദ്ധി ഉണ്ടെങ്കിൽ ചിലപ്പോൾ പഠിച്ച് പാസ്സാകാനൊക്കെ പറ്റിക്കും. സാമാന്യക്കാർക്ക് വിഷമ. അതുകൊണ്ട് നല്ലത് കർമ്മയോഗത്തിൽ കൂടി ജ്ഞാനയോഗത്തിലേക്ക് പോവുകയാണ്. അല്ലാണ്ട് പെട്ടെന്ന് ജ്ഞാനയോഗം സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് എന്നോട് കർമ്മം ചെയ്തോ എന്ന് പറയുന്നത്. ഞാനാണ് വലുത്, അതിനെപ്പറ്റി സംശയമില്ല. ആ ജ്ഞാനം കർമ്മത്തിലേക്ക് കൂടി വരുമ്പോൾ അപ്പോൾ കർമ്മം അല്ലാണ്ടാവും, അത് കർമ്മയോഗവും. വെറും കർമ്മവും കർമ്മയോഗവും കർമ്മത്തിൽ ജ്ഞാനവും കൂടുക, അപ്പോൾ ആണ് കർമ്മയോഗമാവുക. അപ്പോൾ അതുകൊണ്ട് പറയാൻ കാരണം, ഇപ്പോൾ നീ പ്രവൃത്തി ചെയ്യും, പ്രവൃത്തി ചെയ്തിട്ട് കാര്യം മനസ്സിലാക്കുമ്പോൾ നിനക്ക് മനസ്സിലാവും. അപ്പോൾ ബുദ്ധിയോഗം മതി. അപ്പോഴും ആ ബുദ്ധിയോഗം ആണെങ്കിലും അയാൾക്ക് വേണ്ടെങ്കിലും ലോകത്തിന് വേണ്ടി കർമ്മം ചെയ്യുകയും ചെയ്യും, അല്ലെങ്കിൽ അയാൾ വെറുതെ ഇരിക്കില്ല. ന കർമ്മണ മനാരംഭ നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. എത്ര രസമുള്ള ശ്ലോകങ്ങളാണെന്ന് പറഞ്ഞാൽ തീരില്ല. എനിക്ക് ചിലപ്പോൾ ഇത് വായിക്കുമ്പോൾ സന്തോഷം തോന്നാറുണ്ട്. കാരണം വളരെ സിമ്പിൾ, ഒരു പ്രയാസമില്ലാതെ. നമ്മൾ വേണ്ടാത്തത് പലതും വിചാരിച്ചിട്ടും മനസ്സിലാക്കിയിട്ടാണ് ഈ ഗീത എനിക്ക് മനസ്സിലാവില്ല എന്ന് പറയുന്നത്. ഏത് സാധാരണക്കാരന് പോലും മനസ്സിലാവുന്ന അത്ര ഭംഗിയിലും ശുദ്ധമായിട്ടും ആ ഭഗവാൻ പറഞ്ഞു. എന്നാൽ കർമ്മണ മനാരംഭ നൈഷ്കർമ്മ്യം. നൈഷ്കർമ്മ്യം എന്നുള്ള വാക്കിന് കർമ്മം ചെയ്യാതിരിക്കൽ എന്ന് അല്ല അർത്ഥം. കർമ്മം ചെയ്തിട്ടും കർമ്മം ചെയ്തു എന്ന് തോന്നാതിരിക്കുന്നതിൻ്റെ പേരാണ് നൈഷ്കർമ്മ്യം. ഒരു കർമ്മം അകർമ്മം. അകർമ്മം എന്നുള്ളതിന് ശരിക്കും പറയും ജ്ഞാനാണത്. ആത്മജ്ഞാനത്തിൻ്റെ പേരാണ് അകർമ്മം. അത് ആത്മാവാണ് ഞാൻ, ഒന്നും ചെയ്യുന്നില്ല. ശരീരമാണ് ആ ബോധമാണ്. എന്നിട്ട് ശരീരം വെറുതെ ഇരിക്കില്ല, ശരീരം പണി ചെയ്യുകയും ചെയ്യും. അല്ലെങ്കിൽ ശരീരം നിൽക്കില്ല. ശ്വാസമാണല്ലോ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പം എന്നാൽ കർമ്മണാം അനാരംഭ, ഒരു കർമ്മം ആരംഭിച്ചില്ല എന്നതുകൊണ്ട് മാത്രം അർജുന അത് നൈഷ്കർമ്മ്യാവില്ല. നൈഷ്കർമ്മ്യം പുരുഷോ അശ്നുതേ, അതിൻ്റെ സുഖം, അതിൻ്റെ മഹത്വം അനുഭവിക്കാൻ പറ്റില്ല. എന്നുവെച്ചാൽ സന്യാസനാദേവ സിദ്ധിം സമധിഗച്ഛതി. വെറും സന്യാസം കൊണ്ട് മാത്രവും
സിദ്ധി ഉണ്ടാവില്ല. സന്യാസം എന്നുള്ളതിന് വേണ്ട പോലെ ത്യജിക്കേണ്ടത് എന്താ? കർമ്മമല്ല ത്യജിക്കേണ്ടത്. കർമ്മ ചെയ്ത് അതിന് ഫലം കിട്ടുമെന്നുള്ള ആഗ്രഹം ഉണ്ടല്ലോ, അതാ ത്യജിക്കേണ്ടത്. കർമ്മം ത്യജിക്കാൻ സാധിക്കില്ല. അടുത്ത ശ്ലോകം തന്നെ, നഹി കശ്ചിൽ ക്ഷണമഭി ജാതു ദുഷ്ടത്യകർമ്മകൾ കാര്യതേ ഹ്യവശകർമ്മ സർവപ്രകൃതിജയ ഗുണേ. ഒരു പ്രയാസമില്ലാത്ത ശ്ലോകം നമുക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ നഹി കശ്ചിൽ ക്ഷണമഭി, ഇവിടെ ഈ ലോകത്തിൽ ഒരു വസ്തുവിന്, ആ മനുഷ്യനല്ല, ഏതെങ്കിലും ഒരു ആറ്റത്തിന് പോലും എന്തുണ്ട്, ജാതു തിഷ്ടത്യകർമ്മ, കർമ്മം ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇപ്പം നമ്മൾ പുതിയ സയൻസ് പ്രകാരം പറഞ്ഞത് ആറ്റമാണെങ്കിൽ അതിൻ്റെ ഉള്ളിലും ഈ എനർജി അതിവേഗത്തിൽ ചുറ്റുന്നു എന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു. ഭഗവാൻ എത്രയോ കാലം മുമ്പ് പറയുന്നു. അതന്നെ ഇവിടെ ഒരാൾക്കും നിശ്ചലത എന്നുണ്ടല്ലോ, അത് ആത്മാവിന് മാത്രമേ ഉള്ളൂ. നിശ്ചലത എന്ന് പറയണമെങ്കിൽ അതെന്താവണം? പൂർണ്ണമാവണം. പൂർണ്ണത്തിന് നിശ്ചലത ഉള്ളൂ. നമ്മൾ ശരീരം ഒന്നും പൂർണ്ണമല്ല. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാവുണ്ടല്ലോ ഇതിൻ്റെ ആ രസികത്വം. കാരണം ഹയസ്റ്റ് സയൻസ് സിമ്പിൾ ആയിട്ട് ഇവിടെ പറയുന്നു. ഈ ലോകത്തിൽ എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അവിടെയൊക്കെ ചലനം എന്നുള്ളത് നിർബന്ധമാണ്. അല്ലാണ്ട് ഇവിടെ സ്ഥിരത എന്നുള്ളത് ഈ ലോകത്തിലില്ല. നഹി കശ്ചിൽ ക്ഷണം അദൃഷ്ടമാണ് കാര്യതേ ഹ്യവശകർമ്മ. അവശനാച്ചാൽ നിനക്ക് സ്വാതന്ത്ര്യമില്ല ചലനമില്ലാതിരിക്കാൻ. കർമ്മ സർവ പ്രകൃതി ജയ ഗുണേ. പ്രകൃതിയുടെ ഗുണമുണ്ടല്ലോ, പ്രകൃതിക്ക് രണ്ടവസ്ഥയുണ്ട്. ഒന്ന്, പ്രകൃതി എന്ന് പറഞ്ഞാൽ 3 ഗുണങ്ങൾ ചേർന്നതാണ് പ്രകൃതി. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. ഈ അവ 3ഉം ഒരേ കണക്കിലായാൽ അപ്പോൾ പ്രകൃതിക്ക് പ്രവൃത്തിയില്ല. അത് നിശ്ചല തോന്നും. പക്ഷേ അതിസൂക്ഷ്മമാവുകൊണ്ട് അതിനെ അവ്യാകൃത പ്രകൃതി, അതിൻ്റെ ചലനം കാണില്ല. ഇത്രയേ ഉള്ളൂ. ശാന്ത തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഏതുപോലെ ആറ്റം എന്നുള്ളത് കണ്ട ഒരു വസ്തുവാ തോന്നും. അതിൻ്റെ ഉള്ളിൽ ചലനം ഉണ്ടല്ലോ. അതങ്ങ് തെറ്റുമ്പോഴാണല്ലോ ആറ്റം ബോംബൊക്കെ ഉണ്ടാവുന്നത്. അതുമാതിരി ഇവ ഏതിലെങ്കിലും ഒന്നിന് വ്യത്യാസം വന്നാൽ അപ്പോൾ ഈ കാണുന്ന പ്രകൃതിയൊക്കെ ഉണ്ടാവും. അപ്പോൾ 2 സമയത്തും എന്തുണ്ട്? പ്രകൃതിയിൽ ചലനമുണ്ട്. ഒന്ന് ചലനം പ്രത്യക്ഷമാണ്, ഒന്ന് ചലനം അപ്രത്യക്ഷമാണ് വ്യത്യാസം. അപ്പോൾ അല്ല, അപ്രത്യക്ഷമാണ്. ഒരിക്കലും ഇതിന് വെറുതെ ഇരിക്കാനായിട്ട് സാധിക്കില്ല. കാരണം ഇത് പരിമിതമാണ്. പരിമിതം എന്നുള്ളത് അതാണ് അസത്ത്, ചലനം വരുന്നത്. ഇതിലൊരിക്കലും പറ്റില്ല. ഇത്ര നല്ല ഇന്നത്തെ മോഡേൺ സയൻസിന് മനസ്സിലാക്കാൻ എന്താണ് പറ്റിയ ഒന്നാന്തരം ശ്ലോകം ഇത്. നഹി കശ്ചിൽ ക്ഷണഭവതി തിഷ്ടത്വ അകർമ്മകൾ കാര്യതേ ഹ്യവശകർമ്മ സർവ പ്രകൃതിജയ ഗുണേ. അതുകൊണ്ട് ഇവിടെ ഞാൻ ഒന്നും ചെയ്യാതെ ഇരിക്കുന്നു എന്ന് പറയുന്നത് വിവരക്കേടാണ്. കാരണം ഇരിക്കലൊരു പണിയാണ്. കുറേ നേരം ഇരുന്നാൽ അന്വേഷിക്കാൻ തോന്നുമല്ലോ. അപ്പോൾ കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളത് എത്ര കാലം നിങ്ങൾ ഈ പ്രകൃതിയായിട്ട് ബന്ധമുണ്ടോ അത്ര കാലം ഈ പ്രവൃത്തി ചിലത് ഒഴിവാക്കാൻ പറ്റില്ല. അതെ, പ്രകടമായാലും കർമ്മമുണ്ട്, അപ്രകടമായാലും ഉണ്ട്. അപ്പം അവിടെ അപ്രകടമായിട്ടാണ് കർമ്മം നിൽക്കുന്നത്. അതല്ലേ അപ്പോൾ ഈ മേശ ചലിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിൻ്റെ ഒരാറ്റും പ്രകടമല്ല. പക്ഷെ അതുകൊണ്ട് ചലനമില്ല പറയാൻ. മനുഷ്യനായാലും ഞാൻ പറഞ്ഞത് ജഡമായ മേശയ്ക്ക് പോലും അങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ പ്രശ്നമില്ലല്ലോ. കാരണം ഇതിലത്തെ ചലനം നമ്മൾ കാണുന്നില്ല. അപ്പം എങ്ങനെ, എന്താ കാരണം? അതെ, അതിൻ്റെ ഉള്ളിലെന്ന് പറയുക ഒക്കെ തിരിയുണ്ടല്ലോ. കല്ലെങ്കിൽ കുറെ കഴിഞ്ഞാൽ ഈ മേശ തിരി കഴിഞ്ഞാൽ ഇല്ലാണ്ടാവും, നശിക്കുക എന്നുള്ളത് പറഞ്ഞത് മാറ്റാണ്. അപ്പം മെല്ലെയാണെങ്കിലും മാറണമല്ലോ. അപ്പോൾ മാറ്റം വരാത്തത് യാതൊന്നും ഈ ലോകത്ത് ഇല്ല. ലോകം തന്നെ മാറുന്നതാണ്. അപ്പോൾ അതിൽ ഇരുന്നിട്ട് ഞാൻ ഈ കർമ്മം ചെയ്യില്ല എന്ന് പറയുന്നത് നടക്കാത്ത കാര്യമാണ്. ആ കർമ്മം ചെയ്തിട്ട് അതിൻ്റെ ആ ഫലം നമ്മൾക്ക് വരാതിരിക്കേ വയ്ക്കും. അതാണ് ഇവിടെ കർമ്മയോഗം തന്നെ. കർമ്മം ഇല്ലാണ്ടേക്കല്ല, കർമ്മം ചെയ്തത് എന്നെ ബാധിക്കാതിരിക്കുക, അതല്ലേ വേണ്ടു. കാര്യങ്ങൾ എന്നെ ബാധിക്കുമ്പോഴാണല്ലോ വിഷമം. ഇപ്പോൾ എന്തെങ്കിലും ഒരു ദിക്കിൽ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ എന്നെയോ എനിക്ക് വേണ്ടപ്പെട്ടവരെ ആരും ബാധിച്ചില്ലെങ്കിൽ, അതുകൊണ്ട് എൻ്റെ മനസ്സിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ബന്ധം ഉണ്ടാവുക ആരെങ്കിലും അവിടെ, അപ്പോഴാണ് എനിക്ക് ദുഃഖമൊക്കെ വരുന്നത്. അപ്പോൾ ഈ ലോകത്തോട് തന്നെ എനിക്ക് ആ മമത അല്ലെങ്കിൽ സംഘം എന്നൊക്കെ പറഞ്ഞല്ലോ, അതില്ലെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജീവിതത്തിൽ ദുഃഖത്തിന് പ്രശ്നമില്ല, വരാൻ വയ്യാന്നർത്ഥം. അങ്ങനെ അല്ലാതെ ചെയ്ത ആളെ ഭഗവാൻ പറയണം. കർമ്മേന്ദ്രിയാണ് യ സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യതേ.
കർമ്മേന്ദ്രിയാണി സംയമ്യ യ ആസ്തേ മനസാ സ്മരൻ ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ മിഥ്യാചാര സ ഉച്യത്തെ. ഓരോ വാക്കും കർമ്മേന്ദ്രിയാണി 5 ഇന്ദ്രിയങ്ങളുണ്ടല്ലോ, ജ്ഞാനേന്ദ്രിയങ്ങൾ 5, പിന്നെ കർമ്മേന്ദ്രിയങ്ങൾ 5. ആ കർമ്മേന്ദ്രിയങ്ങളെ സംയമ്യ ഒതുക്കിയിട്ട് യ ആസ്തേ മനസാ സ്മരൻ മനസ്സുകൊണ്ട് ആ പല കാര്യങ്ങളെയും സങ്കല്പിക്കുക. അങ്ങനെ ഇരിക്കുക. ഇന്ദ്രിയാർത്ഥാൻ വിമൂഢാത്മാ അയാൾ വിശേഷേണ മൂഢനാണ്, അവൻ മിഥ്യാചാരനാണ്, കാട്ടിക്കൂട്ടനാണ് എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതെന്താ എന്ന് പറഞ്ഞാൽ കാഴ്ചയ്ക്ക് നോക്കുമ്പോൾ സന്യാസിയെ പോലെ, പക്ഷേ അയാളുടെ മനസ്സിൽ മുഴുവനും പല പല വിചാരങ്ങളുമാണ് എന്ന് വിചാരിക്കുക. അയാളുടെ ഈ ആകൃതി മാത്രമേ സന്യാസമുള്ളൂ, മറ്റൊന്ന് മുഴുവനും അയാൾ മിഥ്യാചാരൻ വേണ്ടത് വിചാരിക്കാനും. ഒരു ഉദാഹരണത്തിന് പറയണം, ബ്രഹ്മചാരിയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷേ എൻ്റെ മനസ്സിലെപ്പോഴും സ്ത്രീകളുടെ ലാവണ്യത്തെ പറ്റിയിട്ടും അവരുടെ ആ പലതരം ശൃംഗാരങ്ങളെ പറ്റിയും അതാണ് എൻ്റെ മനസ്സിലെന്ന് വിചാരിക്കുക. ഞാനെന്ത് ബ്രഹ്മചാരിയാണ്? ബ്രഹ്മചാരി മാത്രമല്ല, മിഥ്യാചാരനുള്ളൂ, കാട്ടിക്കൂട്ടല്ലേ. കാരണം മറ്റത് കല്യാണം കഴിച്ചിട്ട് ആ സ്ത്രീയായിട്ട് സംഭോഗം ചെയ്യുക തന്നെ എന്ന് വിചാരിക്കുക. എന്നാലും കൂടി ആപത്തില്ല, കാരണം അതിലൊരു സത്യത്തെങ്കിലും ഉണ്ട്. ഇത് സത്യതയും കൂടിയില്ല. അങ്ങനെ വരുന്നു. അധിക പേരുകളും ഈ കാട്ടിക്കൂട്ടുക എന്നല്ലോ, ഞാൻ ഇംഗ്ലീഷിൽ അതിനൊരു ഫോർമാലിറ്റി എന്നൊന്ന് പേര് വെക്കും. ഞാനൊരു ഉദാഹരണം കൊണ്ട് പറയാം. എങ്ങനെയാ വെച്ചാൽ, പലരും ഇപ്പം നമ്മുടെ വീട്ടിലേക്ക് അതിഥികൾ വന്നു വരിക, നമ്മൾ ഇതിന് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് നോക്കാൻ വളരെ വേഗത്തിൽ വരാൻ സാധിക്കും. നമ്മൾ വന്നാൽ ബന്ധമൊന്നുമില്ലെങ്കിൽ പുറത്ത് നിൽക്കുകയുള്ളൂ. ഇങ്ങോട്ട് വിളിക്കുക, വരിക എന്ന് പറയും. എന്നിട്ട് കസാലയൊക്കെ ഇരുന്ന് എല്ലാവരും ഇരുന്നു അതാണെന്ന് വെച്ചാൽ പലഹാരം സാധനം കൊണ്ടുവയ്ക്കും. അപ്പോൾ അതിൽ എന്നൊക്കെ ആണെങ്കിൽ ഒരു 2 കഷ്ണമൊക്കെ അങ്ങനെ എടുത്തിട്ട് അങ്ങനെ കഴിക്കുകയുള്ളൂ. കാരണം നമ്മളൊരു മോശക്കാരനെന്ന് വരാൻ തോന്നുന്ന വെച്ചിട്ടേ ഫോർമാലിറ്റിക്ക് ഇത്തിരി കഴിക്കുക, കഴിഞ്ഞ് മതി, വിശന്ന് വെള്ളം ചൂട്ടിട്ടുണ്ടാവും, പക്ഷേ ആരെ ഗ്ലാസ്സേ കഴിക്കുള്ളൂ. ഇയാളെത്ര കഴിക്കണമെന്ന് പറയുമെന്നൊക്കെ പേടിയാണ്. അപ്പോൾ ഇതൊന്ന് വളരെ മനസ്സിലാക്കാം, ഇവർ തമ്മിൽ ബന്ധമൊന്നുമില്ല, ആരോ വന്നു രസമാണ്. നേരെ മറിച്ച് മറ്റൊരാൾ വീട്ടിലെ അയാൾ വന്ന വഴിക്ക് അകത്തേക്ക് പോയിട്ട് അടുക്കളയിലേക്കാണ് ചെന്നു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കണം, വിശന്നിപ്പ് ചെയ്യാവുന്നു. അവർ തമ്മിൽ ബന്ധമുണ്ടെന്ന് അർത്ഥം. കാരണം അവിടെ ഒരു ഫോർമാലിറ്റി ഇല്ല, ഞാൻ വീട്ടിലെ ആൾ തന്നെയാണ്, അവർക്ക് അത് സാധിക്കും. അപ്പോൾ ഫോർമാലിറ്റി ഇല്ലാത്ത ആളാണ് ശരിക്ക് സ്നേഹിതൻ അല്ലെങ്കിൽ ബന്ധു. ഫോർമാലിറ്റി ഉള്ള ആൾ കാണിക്കും, ബന്ധുത്വം ഇല്ല. അതുപോലെയാണ് ഇവിടെ ഇവിടെ സന്യാസം. ചുവന്ന കുപ്പായൊക്കെ ഇട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോളൊക്കെ ധരിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സിൽ മുഴുവനും പല പല വിചാരങ്ങളാണ്. പ്രത്യേകിച്ചും ഞാൻ പറയുന്നു, ഈ കല്യാണത്തിൻ്റെ ആണല്ലോ ഒരു സന്യാസത്തിൻ്റെ പ്രധാന കാര്യം. അയാൾക്ക് മറ്റ് 100 വിചാരം ഉണ്ടാവും. മറ്റേ ആൾ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല, വെളുത്തമുണ്ടായി ചെയ്തിട്ടുള്ളൂ, പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, പരമസന്യാസിയാണ്. ഉദാഹരണം എടുത്താൽ ഞാൻ വളരെ വേഗത്തിൽ മനസ്സിലാവും. പക്ഷേ ശ്രീരാമകൃഷ്ണ പരമഹംസർ കാവ്യം എടുത്തിട്ടില്ല. വിവേകാനന്ദ സ്വാമിക്ക് പോലും ബഹുമാനീയനാണല്ലോ ശ്രീരാമകൃഷ്ണ പരമഹംസർ. അദ്ദേഹമാണ് ശരിക്കുള്ള ഈ ബ്രഹ്മചാരിയോ അല്ലെങ്കിൽ സന്യാസിയോ. ഇപ്പോൾ ഗാന്ധിജി, ആചാര്യ വിനോബ ഭാവെ, ഇവരൊന്നും ഈ ചുവന്ന മുണ്ട് കൊടുത്തിട്ടില്ല. ചുവന്ന മുണ്ട് കൊടുക്കുന്നത് ഒരു ഫോർമാലിറ്റി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ല, മനസ്സാണ്. ചുവന്ന മുണ്ട് കൊടുക്കുന്നത് വേണ്ട എന്ന് പറയുന്നില്ല. ഈ മനസ്സ് ശരിയായി കഴിഞ്ഞാൽ അതൊരു സിസ്റ്റം വെച്ചിരിക്കണം ഈ കാര്യത്തിനൊക്കെ. ചിലതിനെല്ലാം ഒരു സിസ്റ്റം ആണല്ലോ. സിസ്റ്റം, അതെ, ആ സിസ്റ്റം നമ്മൾ അനുഭവിച്ചാൽ ബാക്കിയുള്ളവർക്ക് വേഗം മനസ്സിലാക്കാം. ഇത്രയേ ഉള്ളൂ. ഇവിടെ ആവശ്യം അവർക്ക് മനസ്സിലാവില്ലല്ലോ, നമ്മളുടെ എൻ്റെ അല്ലേ വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതാണ് ആരാണ് കർമ്മേന്ദ്രിയങ്ങളെ ഒതുക്കിയാൽ പോരാ. ഒതുക്കുക വെച്ചാൽ കീഴിലാക്കുക മനസ്സിനെയാണ്. മനസ്സിനെ കീഴിലാക്കിയാൽ പിന്നെ കർമ്മം ചെയ്യണേൻ്റെ, പിന്നെ കർമ്മം ചെയ്യണമെന്ന് ഞാൻ ചോദിക്കില്ല, കാരണം കർമ്മം ചെയ്യാണ്ടിരിക്കില്ല, കർമ്മം എന്തായാലും ചെയ്യും. മനസ്സിനെ ഒതുക്കാനുള്ള മടികൊണ്ടാണ് കർമ്മം ചെയ്യണോ എന്നൊക്കെ ചോദിക്കുന്നത്. മനസ്സ് ഒതുക്കി കഴിഞ്ഞാൽ ഈ ചോദ്യമൊന്നും ഉണ്ടാവില്ല എന്ന് അടുത്ത ശ്ലോകത്ത് ഭഗവാൻ തന്നെ പറഞ്ഞു. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യ ആരഭത അർജുന കർമ്മേന്ദ്രിയേ കർമ്മയോഗം അസക്ത സ വിശിഷ്യതേ. യാഹ യാതിർത്തൻ ഇന്ദ്രിയാണി മനസാ സംയമ്യ, ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് ആരാണോ ഒതുക്കിയിരിക്കുന്നത് അർജുന, കർമ്മേന്ദ്രിയേ കർമ്മയോഗം, ഇന്ദ്രിയങ്ങളെ കൊണ്ട് പ്രവർത്തിച്ചിരിക്കും, മനസ്സായിരിക്കും ഒന്നും പോവില്ല. ഉണ്ട് സ വിശിഷ്യത, അവനാണ് വിശേഷേണ കാമൻ. ഇന്ദ്രിയങ്ങളെ പനി ചെയ്യാണ്ട് വയ്യ. കണ്ണ് കാണും, മൂക്ക് മണക്കും, ചെവി കേൾക്കും, നാവ് സ്വാദറിയും,
പക്ഷേ അതൊന്നും മനസ്സിനെ ബാധിക്കില്ല എന്ന് വിചാരിക്കാം. മനസ്സിൽ അതിൻ്റെ പാട് വീഴില്ല. ആണല്ലോ വാസന ഉണ്ടാക്കാത്ത കർമ്മങ്ങൾ ചെയ്യുന്ന ഒരാളുണ്ടല്ലോ, അയാളാണ് ലോകത്ത് കേമൻ. അതിൻ്റെ പേരാണ് കർമ്മയോഗം. കർമ്മം മറ്റേ ആൾ കർമ്മയാണ് ചെയ്യുന്നത്. ഈ നിത്യ നൂതനം എന്ന് പറയാൻ തന്നെയുള്ളൂ. അയാൾക്ക് എന്താണ് പഴത് ഒന്നും പ്രത്യേകിച്ചില്ലല്ലോ. അയാൾ ആണ് എന്ത് ചെയ്യുന്നു, വിശേഷേന. അപ്പോൾ ഇവിടെ കൊണ്ടുവരുന്ന കർമ്മയോഗം പറയാനാണല്ലോ. കർമ്മയോഗം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം കർമ്മം എന്നർത്ഥമല്ല, മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഒതുക്കിയിട്ട് ഉണ്ടല്ലോ ഇന്ദ്രിയങ്ങളെ പ്രവൃത്തി ചെയ്യിക്കാം. അതായത് കടിഞ്ഞാണ് മനസ്സിൻ്റെ കീഴിലാണ്, കയ്യിൻ്റെ കീഴിലാണ്, ബുദ്ധിയുടെയും മനസ്സിൻ്റെയും. കുതിരകൾ ഓടിയാൽ പരിഭ്രമിക്കേണ്ട, കെട്ടിമറിഞ്ഞ് ഒഴിയില്ല. കാരണം കടിഞ്ഞാണ് നമ്മുടെ കയ്യിലാണ്. മറ്റേതല്ല, കുതിരകളാണ് ഓടുന്നത്, കടിഞ്ഞാണ് കയ്യിലില്ല. അപ്പോൾ എന്ത് അബദ്ധവും വരാം. ഇതൊക്കെ കടോമിസിലെ ഉദാഹരണമാണ്. ആരാണോ നിയത കർമ്മം 4 തരത്തിൽ. 1 നിഷിദ്ധ കർമ്മം, 2 കാമ്യകർമ്മം. അത് നിഷിദ്ധമെന്ന് പറയാൻ വയ്യ, കുറച്ച് അത്യാവശ്യമൊക്കെ ചില കാമ്യമൊക്കെ ഉണ്ടാവാം, വരുമില്ല. പിന്നെ ഉള്ളത് നിത്യകർമ്മം എന്ന് പറഞ്ഞാൽ കുളിക്കുക, നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും. അവസാനത്തിന് പേര് നിയതകർമ്മം. കാരണം നമ്മൾ ഓരോന്നും ചെന്ന് വിടും. ഇപ്പോൾ അധ്യാപകൻ്റെ പണിയിലാണ് ഉള്ളത്, അത് എൻ്റെ കർമ്മമായി. വേറെ ആൾക്ക് ഈ വന്ന് ചേർന്നത് ഒക്കെ വന്ന് വിട്ടത്, ഞാൻ പറഞ്ഞു തൂപ്പുവേലിയാണ് എനിക്ക്, ഞാൻ അതാ ചെയ്യണു അവിടെ. ആ തൂപ്പുവേല ചെയ്യുന്ന ആളും ജഡ്ജിയും നോക്കുക, രണ്ടാളുടെയും കർമ്മം ഒരുപോലെയാണെന്ന് മാത്രമല്ല, വാസ്തവത്തിൽ ഈ തൂപ്പുവേല ചെയ്യുന്ന ആളുടെ കർമ്മം ജഡ്ജിയെക്കാളിലും മേലെയാണ്. കാരണം നാളെ എന്തെങ്കിലും കാരണവശാൽ ഒരു സ്ട്രൈക്കൊക്കെ ഉണ്ടാക്കിയിട്ട് ജഡ്ജി ഒരു 5 ദിവസം പണിയെടുത്തില്ല വെച്ചാൽ ഈ ലോകത്തിൽ യാതൊരു കുഴപ്പമുണ്ടാവില്ല. തൂപ്പുവേലക്കാരൻ ഇന്ന് കഴിഞ്ഞാൽ നാളെ ചെയ്തില്ല പറഞ്ഞാൽ ആകെ മാറിയിട്ട് ജീവിതത്തിലിരിക്കാൻ പറ്റില്ല. അപ്പോൾ ബനിയ സമൂഹത്തിന് ആവശ്യം ഈ ഇയാളെ. പക്ഷെ നമ്മളിപ്പോൾ അയാളെ വിലയില്ലാണ്ട് ഈ മറ്റേയാളെ വെക്കുക. കാരണം ശാസ്ത്രപരിചയമില്ലാഞ്ഞിട്ടാണ്. അതുകൊണ്ടാണല്ലോ ഇയാളാ കേമൻ. ഇത് വളരെ സംശയമില്ലാത്ത കാര്യമാണല്ലോ. അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഗാന്ധിജി പറഞ്ഞ ഉദാഹരണമാണ് കേട്ടോ. അങ്ങനെയാണ്. അതുകൊണ്ട് നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണ ശരീരയാത്രാപിച്ചത്തെ എന്ന പ്രസിദ്ധിയത് അകർമ്മണം. അർജുന, അത് നമ്മളോട് പറയാണ്, നമ്മളൊക്കെ ചെയ്യേണ്ടതാണ്. ഇത് വായിക്കാനുള്ളതല്ല. അപ്പോൾ നമ്മൾ ഓരോ ജീവിതത്തിൽ ഓരോ ദിക്കിലും ഓരോ പണിയായിട്ട് ചെയ്യണം. ആ പണി കൃത്യമായിട്ട് ചെയ്യണം. ആ ചെയ്യുന്നതിൽ നമുക്ക് പ്രശ്നം വരുന്നത് അതൊന്നും ഇന്നതൊക്കെ കിട്ടുമോ, പ്രൊമോഷൻ കിട്ടുമോ, ശമ്പളം കൂടുമോ എന്ന് മാത്രം കർമ്മത്തിലല്ല വിചാരി, അതിൻ്റെ ഫലത്തിലാണ്. അപ്പോൾ അത് കിട്ടാതിരിക്കുമ്പോൾ ആ ദുഃഖം വരുന്നത്. മറ്റത് നമ്മൾ കർമ്മം ശരിക്കും ചെയ്യാനാണെങ്കിൽ കർമ്മം ചെയ്തു, കിട്ടിയാൽ കിട്ടട്ടെ, കിട്ടാതിരിക്കും, നമുക്ക് പരിഭ്രമില്ല. ജീവിതത്തിൽ സമാധാനം വേണമെങ്കിൽ ഈ ഫലത്തിൽ ആഗ്രഹം ഉണ്ടാവരുത്. ഫലമില്ല, ശ്രദ്ധിക്കണേ, ഫലത്തിൽ ആഗ്രഹം ഉണ്ടാവരുതെന്നേ പറഞ്ഞുള്ളൂ, ഫലം ഉണ്ടാവരുതെന്ന് പറഞ്ഞിട്ടില്ല. പലരും വിചാരിക്കുന്നു ഫലത്തിൽ ആഗ്രഹം, ഫലം തന്നെ വേണ്ട ചവന് പിന്നെ ആഗ്രഹം ഉണ്ടാവുക. ഫലം നന്നാവണമെന്ന് നല്ല ബോധ്യം. എൻ്റെ പ്രവൃത്തി ഏറ്റവും നന്നാവണമെന്ന് ബോധത്തോട് വേണം പ്രവൃത്തി ചെയ്യാൻ. അത് പ്രവൃത്തിയാണ് നന്നാവേണ്ടത്, അതിന് കിട്ടുന്ന കൂലിയല്ല എന്നർത്ഥം. കൂലി വന്നാൽ മതില്ല. അമ്മയുടെ പണി പോലെയല്ല എന്താണ് ഈ നേഴ്സിൻ്റെ പണി, മറ്റേ അമ്മയുടെ. നമ്മൾ വളണ്ടിയേഴ്സിനെ പോലെ കൂലിക്കാരന് വളണ്ടിയറുണ്ട്. വളണ്ടിയറുടെ പണി കേമം, കൂലിക്കാരൻ്റെ പണി ചിലപ്പോൾ കൂലിക്കാരന് കുറേയൊക്കെ അധികം എടുക്കും. പക്ഷേ അയാൾ ഓരോന്നിനും പൈസ കണക്കാക്കിയിട്ടാണ്. അപ്പോൾ അയാൾക്ക് ക്ഷീണം വേഗം വരും, ഇയാൾക്ക് ക്ഷീണവും ഉണ്ടാവില്ല. ഇതൊക്കെ തമാശ. അത് നിത്യ അനുഭവമുള്ളതാണ്. അപ്പം നീ എന്ത് പറയുന്നു, നിയതം കുരു കർമ്മം, നിശ്ചയിച്ച കർമ്മം നീ ഉണ്ടല്ലോ അത് ചെയ്യേ. കർമ്മജ്യായോ ഹ്യകർമ്മണം. അകർമ്മണം എന്ന് പറഞ്ഞാൽ മടിയൻ എന്നർത്ഥമാണ്. അതിനേക്കാൾ കർമ്മം ചെയ്യുന്ന ആളാണ് എപ്പോഴും നല്ലത്. ശരീരയാത്രാപി ചാത്ത പ്രസിദ്ധ. ഈ ശരീരയാത്ര ജീവിതം ഉണ്ടല്ലോ, അത് കർമ്മം ചെയ്യാൻ ഞാൻ നടക്കില്ല. ശ്വാസം വലിക്കണ്ടേ, ഈ ഹൃദയം പമ്പ് ചെയ്യണ്ടേ, ദഹിപ്പിക്കണ്ടേ, സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിന്നാൽ അവിടെ ശരീരയാത്ര ജീവിതം ഉണ്ടാവില്ല. അപ്പോൾ ജീവിതം നിൽക്കുന്നത് തന്നെ കർമ്മത്തിലാണ്. കർമ്മം ഇല്ലാണ്ട് അയാൾ ജീവിതം എന്നുള്ളതൊന്നുമില്ല. ഒന്നുകിൽ മൂഢത അല്ലെങ്കിൽ ഈശ്വരത. ഈ ജീവിതത്തിൽ കർമ്മം കൂടിയേ പറ്റുള്ളൂ. അതുകൊണ്ട് അത് സാധിക്കില്ല എന്നാൽ പ്രസിദ്ധ അകർമ്മണ. ഇനി ഒരു 4-5 ശ്ലോകം യജ്ഞങ്ങളെ പറ്റി പറയാനേ പാടുള്ളൂ. അപ്പോൾ എങ്ങനെയായി കർമ്മം ചെയ്യേണ്ടത് എന്ന് പറയണതിന് യജ്ഞദാന കർമ്മം തപം എന്ന് 3 ഉണ്ട്. അതെന്താണെന്നൊന്ന് ആദ്യം പറയാം. നമ്മൾ 3 വിഭാഗക്കാരോട് കടപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്.
ഒന്ന് പ്രകൃതിയോട്, 2 സമുദായത്തോട്, 3 ഈ ശരീരത്തോട്. ശരീരമല്ലല്ലോ ഞാൻ അല്ലേ. ഈ അവരോട് ഇങ്ങോട്ട് കടപ്പെട്ടതിന് ആ കടം വീട്ടുക, അതാണ് 3 കാര്യങ്ങൾ. ഈ പ്രകൃതിയോടുള്ള കടം ഉണ്ടല്ലോ, അത് വീട്ടുന്നതിൻ്റെ പേരാണ് യജ്ഞം. അതെന്താണെന്ന് അടുത്ത പറയുമ്പോൾ പറയാം. യജ്ഞം എന്ന് പറയുന്നത്. രണ്ടാമതുള്ളത് ദാനം. സമുദായത്ത് പലരുടെ ഒന്നും നമുക്ക് പലതും കിട്ടിയിട്ടുണ്ട്. അച്ഛനും അമ്മ, നാട്ടുകാർ, വീട്ടുകാർ പലരുണ്ട്. അവരോടൊക്കെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ദാനം ചെയ്യണം. 3 ശരീരം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് കുറേ ക്ഷീണം വരും. ആ ക്ഷീണം ഇല്ലാതെയാക്കാൻ തപസ് ചെയ്യണം. തപസ് എന്താ എന്നുള്ളത് ഭാഗവതം പറയുന്നത് കാമത്യാഗ തപസ്മൃത, അല്ല കാമത്യാഗ തപസ്മൃത, അങ്ങനെ സ്മരിക്കപ്പെടുന്നു. അതായത് പല പല കാമങ്ങൾ വരുമ്പോഴാണല്ലോ പണിയെടുക്കേണ്ടത്. അപ്പോൾ അതാണ് ക്ഷീണം വരുന്നത്. കാമം ചുരുങ്ങി കഴിഞ്ഞാൽ ശരീരത്തിന് ക്ഷീണം ചുരുങ്ങും, അപ്പോൾ ആരോഗ്യം കിട്ടും. അങ്ങനെ 3 കാര്യങ്ങൾ, യജ്ഞദാന തപകർമ്മം, ഇത് ഓരോ മനുഷ്യനും ചെയ്തേ പറ്റൂ. ഇത് അവൻ്റെ ചുമതലയാണ്. അതാണ് അവിടെ പറഞ്ഞത്. അത് എന്താണെന്നുള്ളതാണ് ശ്ലോകം വരാൻ പോണവിടെ. എന്താണെന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞത്. യജ്ഞം പ്രകൃതിയുടെ ഇത് വയ്ക്കുക. പറയണു യജ്ഞാർത്ഥാർ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥ കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞാർത്ഥാൽ കർമ്മണോ, യജ്ഞങ്ങളല്ലാത്ത കർമ്മങ്ങളൊക്കെ അന്യത്ര ലോകോയം കർമ്മബന്ധന, അതൊക്കെ ബന്ധനം ഉണ്ടാക്കുന്നതാണ്. കാരണം ഈ സഹകരണ ബോധം ഇല്ലാതെ ചെയ്ത പണിയാകുമ്പോൾ അത് നിങ്ങൾ കിട്ടണം എന്നൊരു ബോധം വരുമല്ലോ, ആ മോഹയില്ലേ. അപ്പോൾ ബന്ധനാണല്ലോ, എനിക്കത് കിട്ടിയില്ലല്ലോ. തദർത്ഥ കർമ്മ കൗന്ദേയ. അതുകൊണ്ട് നീ എന്ത് ചെയ്യേ, യജ്ഞാർത്ഥമായിട്ട് ഈ പ്രകൃതിയോട് കടം വീട്ടുന്നത് എൻ്റെ ചുമതലയാണ്, എൻ്റെ കർത്തവ്യമാണെന്ന് വിചാരിച്ചിട്ട് കർമ്മ. അപ്പോഴോ മുക്തസംഘ, അതിനോട് സംഘം ഉണ്ടാവരുത്. സമാചര, വേണ്ട പോലെ പ്രവർത്തിക്കും. മുക്തസംഘ സമാചര. ഈ യജ്ഞാർത്ഥം എന്നുള്ളത് ഒരു ഉദാഹരണം കൊണ്ട് മനസ്സിലാക്കാം. ഇപ്പോൾ നമ്മൾ വയലിൽ കൃഷി ചെയ്യുന്നു. കൃഷി ചെയ്താൽ കൊയ്ത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് മെതിച്ചാൽ ധാരാളം നെല്ല് കിട്ടും, വൈക്കോലും ഉണ്ട്. ഇനി എന്താ യജ്ഞം എന്നല്ലേ, ഈ കിട്ടിയ നെല്ലിൽ ഏറ്റവും നല്ല ഭാഗം കുറച്ച് 10 100 പറ നെല്ല് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതിൽ 2 3 പറ വേണ്ടി വരും. അത് ഏറ്റവും നല്ലത് എടുത്ത് മഞ്ഞ് കൊള്ളിച്ച് എല്ലാം ചെയ്തിട്ട് വിത്തായിട്ട് സൂക്ഷിക്കണം. എന്നിട്ട് ആ വിത്ത് വീണ്ടും വയലിനാണ്ട് കൊടുക്കണം. കുറച്ചേ കൊടുക്കണ്ടു, ബാക്കിയൊക്കെ നമുക്ക് എടുക്കാം. അങ്ങോട്ട് തന്നതിൻ്റെ ആ നല്ല ഭാഗം ആർക്ക് കൊടുക്കണം? വയലിന്. വിത്താണല്ലോ നല്ലത്, വിത്തിൻ്റെ. മറ്റേ ഭക്ഷിക്കുള്ളൂ, വിത്താരും ഭക്ഷിക്കാറില്ല, അവിടെ കൊടുക്കണം. അതുമാതിരി വൈക്കോലെടുത്തിട്ടുണ്ട്, ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് കന്നിന് കൊടുക്കണം. ഈ ട്രാക്ടർ ഉണ്ടായതുകൊണ്ട് കാര്യമില്ല. ആ കന്ന്, അപ്പോൾ കന്നാണത് ചെയ്തു തരുന്നത്. കന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വളമാക്കി തരും. ആ വളവും എവിടേക്ക് കൊണ്ടുവരണം? വളർത്ത്. അങ്ങനെ നല്ല വിത്തും വളവും ഉണ്ടായ ഭൂമി പിന്നെയും വളം തരും, നല്ല വിളവ് തരും. അപ്പോൾ അതിങ്ങനെ എത്ര കാലമായാലും മാറ്റം വരില്ല. കാരണം ഇതാണ് യജ്ഞം, പരസ്പര ഭാവന. ആ കണ്ടം നമുക്ക് വേണ്ട ഭക്ഷണത്തിന് സാധനം തരുന്നു, നമ്മൾ മടക്കി അങ്ങോട്ടും കൊടുക്കുന്നു. ഇങ്ങനെ ഇതിനൊരു ചക്രം പോലെയാണ്. ഇത് തിരിയണം. ഇത് ഇന്ന് മാറിയിട്ട് ഈ ട്രാക്ടറൊക്കെ വന്നത് കൂടിയിട്ട് ഭൂമിയൊക്കെ ഊഷര ഭൂമിയായി. ഇംഗ്ലീഷ് വളമൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒന്നുമില്ല അവിടെ. കാരണം അങ്ങനൊന്നും മടക്കി കൊടുക്കുന്നില്ല. ഇത് പാടില്ല. അതാണ് പ്രകൃതിയുള്ള യജ്ഞം. ദാനം എന്നുള്ളത് അച്ഛനും അമ്മയും മറ്റുള്ളവർക്ക് തന്നിട്ട് അപ്പോൾ നമ്മളിതിന്ന് സമ്പാദിച്ച സാധനങ്ങൾ അവർക്ക് മടക്കി കൊടുക്കുക. സമവിഭജനം, ദാനം, അത് ഹയസ്റ്റ് കഥയാണ്. മടക്കി കൊടുക്കണം. ഇങ്ങോട്ട് എടുത്തത് കടം വിട്ടുക ദാനം, അല്ലാണ്ട് ഒരു കേമത്തൊന്നുമില്ല. അത് മരുന്നിൻ്റെ തപസ്. അപ്പോൾ ഇവിടെ പറയുന്നത് യജ്ഞം, ഭഗവാൻ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, യജ്ഞം ചെയ്യണം. അപ്പോൾ അതൊരു കർമ്മമാണല്ലോ. ദാനം ഒരു കർമ്മമാണ്, തപസ്സും ഒരു കർമ്മമാണ്. ഇത് 3 നമ്മൾ ചെയ്യാതെ മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. കാരണം അത് പ്രകൃതിക്ക് വിരുദ്ധമാണ്. അപ്പോൾ പ്രകൃതി അത് സമ്മതിക്കില്ല. ഇന്ന് കാണുന്ന പല പല ദുഃഖങ്ങൾക്കും കാരണം ഈ സമതുലിത ഇല്ലാതെയാക്കിയിട്ടുണ്ടാണ്. യജ്ഞാർത്ഥാൽ അല്ലേ, യജ്ഞാർത്ഥാൽ കർമ്മോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥ കർമ്മ കൗന്ദേയ മുക്തസംഘ സമാചര. സംഘം ഉണ്ടാവരുത്. ഫലത്തിൽ ആഗ്രഹം ഉണ്ടാവരുതെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി തോന്നുന്നത്, പരിഭ്രമം തോന്നുന്നു, ഫലം ഉണ്ടാവരുതെന്ന് അങ്ങോട്ട് പറയാറുള്ളൂ. അങ്ങനെയല്ല, ഫലം നല്ലോണം ഉണ്ടാവണം, അതിൽ സംഘം ഉണ്ടാവരുതല്ലോ. അല്ലെങ്കിൽ പിന്നെ എന്ത് പണിയാ?
ഞാനൊരു പണിയെടുത്തു അതിലൊരു ഫലം ഉണ്ടാവരുത്, ഞാൻ എന്താ ഭ്രാന്തനെ പറ്റിയാൽ നമ്മൾ അങ്ങനെയല്ല. ഞാനൊരു പണിയെടുത്താൽ അതിൻ്റെ മാക്സിമം എന്താണ് പ്രൊഡക്ഷൻ ഉണ്ടാവണമെന്ന് വിചാരിച്ചാണ് ചെയ്യുന്നത്. പക്ഷേ അത് എനിക്ക് മാത്രം കിട്ടണമെന്ന് വിചാരിക്കുമ്പോഴാണ് ഈ അപകടമൊക്കെ. അതില്ലാതിരിക്കണം. അതെന്തിനാവശ്യം? ഈ സമുദായത്തിൻ്റെ നിലനിൽപ്പിന്, നമ്മുടെ ആവശ്യത്തിന്, അല്ലാണ്ട് വേറെ ആൾക്ക് വേണ്ടിയില്ല, നമ്മുടെ ആവശ്യത്തിന്. ഇനി അത് ആരാത് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു വെച്ചാൽ, സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിശ്വ ഏഷവേ ഏഷമോ ഏഷവോ അസ്തു ഇഷ്ടകാമധു. പ്രജാപതി വെച്ചാൽ രാജാവ് പ്രജകളുടെ. അപ്പം നമ്മുടെ രാജാവ് ആരാണ്? ബ്രഹ്മാവ്. നമ്മളുണ്ടാക്കിയാലോ ആ അദ്ദേഹം നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒരു ഓർഡറോട് കൂടി അയച്ചിട്ടുണ്ട്. സഹയജ്ഞ പ്രജാസൃഷ്ട, യജ്ഞത്തോടു കൂടിയാണ് പ്രജകളെയൊക്കെ സൃഷ്ടിച്ചത്. യജ്ഞിച്ചാൽ പരോപകാര കർമ്മം ആണല്ലോ. പുരോവാച പ്രജാപതി, പണ്ട് തന്നെ പ്രജാപതി പറഞ്ഞു, അനേന പ്രസവിഷ്വത്വ, ഇതുകൊണ്ട് നിങ്ങൾ വർദ്ധിക്കും. എങ്ങനെ? പരസ്പരം ഭൂമി നിങ്ങൾക്ക് തരിക, നിങ്ങൾ വേണ്ടതൊക്കെ ഭൂമിക്ക് കൊടുക്കുക, പിന്നെ ഭൂമി കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു കാലത്തും വിഷമം ഉണ്ടാവില്ല. എത്ര ഹയസ്റ്റ് സയൻസായി പറയണമെന്ന് കണക്കില്ല, അത്ര കേമാണ്. ഇതൊക്കെ തെറ്റിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന എല്ലാ അപകടത്തിനും കാരണം. ഇതൊന്നും മനസ്സിലാക്കാനില്ല. അനേന ഏഷവോ അസ്തു ഇഷ്ടകാമധു, നിനക്ക് എന്താ ആവശ്യമുള്ളത് അതൊക്കെ കറന്നു തരുന്ന കാമധേനുവാണ് ഈ പ്രകൃതി. പ്രകൃതി നിങ്ങളുടെ എടുക്കാൻ അതിന് വിരോധമില്ല. പ്രകൃതി സന്തോഷമാണ്. കഴിഞ്ഞു കഴിഞ്ഞാൽ മടക്കി അതിൽ നല്ല ഭാഗം അങ്ങോട്ട് തന്നെ മടക്കി കൊടുക്കുക. എന്നാൽ പ്രകൃതി പിന്നെയും തന്നെ മടക്കി തരും. ഇങ്ങനെ ജീവിതം ഒരു ഒന്നാന്തരം കൊള്ളക്കൊടുക്കുക, അങ്ങോട്ട് കൊടുക്കുക, അങ്ങനെ വേണമല്ലോ. അത് സാധിക്കും. അത് നീ അതും ചെയ്യാണ്ടേ. നമ്മളിപ്പോൾ ഇങ്ങനെ കർമ്മം ചെയ്യാതിരിക്കണമല്ലോ നമുക്ക് മോഹം. പണിയെടുക്കാണ്ട് ഭക്ഷണം കഴിക്കണം. അതിനാണ് ഫോറിനിലേക്കൊക്കെ പോകുന്നത് തന്നെ. കുറേ പണം ഉണ്ടാക്കി വന്നിട്ട് ബാങ്കിലിട്ടിട്ട് തന്നെ ഉണ്ടായിരിക്കുക. ജീവിതം എന്നുള്ളത് നശിക്കാൻ പോവുകയാണ്. ഒരിക്കലും പാടില്ല. മരണം വരെ ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ പണിയെങ്കിലും ചെയ്തുകൊണ്ടിരുന്നാൽ ശരീരത്തിന് ആരോഗ്യം, മനസ്സിന് സന്തോഷം, നാട്ടിന് സുഖം. ഇതിപ്പോൾ അങ്ങനെയില്ല. വെറുതെ ഇരിക്കുക, എന്നിട്ട് വല്ല ഷീട്ട് കളിക്കുക, കുറേ തിന്നുക, കഴിഞ്ഞിട്ട് അങ്ങനെ എത്ര വലിയൊരു കുമ്പി ഉണ്ടാവുക, എന്നിട്ട് അതിങ്ങനെ പിടിച്ച് ചൂടുവരക്കാൻ നടക്കാൻ വയ്യണ്ടേ. എന്നിട്ട് ഇതാണ് പ്രഷറാണ്, ഡയബറ്റിക്സാണ്, ഇതൊക്കെ നമ്മളുണ്ടാക്കുക. പണിയെടുക്കുന്ന ആൾക്ക് ഒരു ഡയബറ്റീസ് ഉണ്ടാവില്ല. പിന്നെ പൂർവ്വജന്മം ചെയ്തിട്ടുള്ള പാപമുണ്ടാവും. ഇപ്പം ചെയ്തതിയാ പൂർവ്വജന്മം ചെയ്തതിന് വ്യാധി എന്നാണ് പറയാം. അതിന് രോഗമല്ല. എന്നാണ് ജന്മാന്തരകൃതം പാപം വ്യാധിരൂപേണ ജായതേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മരുന്നില്ലേനും, അതിന് ഈശ്വരനാമം അല്ലെങ്കിൽ ഈശ്വര കടാക്ഷം അല്ലാണ്ട് വേറെ യാതൊന്നുമില്ല. അല്ലെങ്കിൽ ഇത്ര നല്ല മരുന്നുണ്ട്, പലരുടെയും മാറുന്നില്ലല്ലോ. എന്താ കാരണം? പൂർവ്വജന്മത്തിൻ്റെ ആണ്. അപ്പോൾ ഭഗവാൻ പറയണു, സഹയജ്ഞ പ്രജാസൃഷ്ട പുരോവാച പ്രജാപതി അനേന പ്രസവിത്വം ഏഷവോ അസ്തു ഇഷ്ടകാമദുഃഖ്. എന്താ ആഗ്രഹം വെച്ചാൽ അതിങ്ങനെ കറന്നെടുക്കണ പോലെ ഈ പ്രകൃതിയിൽ നിന്ന് ഇഷ്ടം പോലെ കറന്നെടുക്കാം. എന്തു വേണം? തന്നതിൻ്റെ നല്ല ഭാഗം അങ്ങോട്ട് മടക്കി കൊടുക്കണം. അതാണ് യജ്ഞം. ദേവാൻ ഭാവയതേ താന തേ ദേവാ ഭാവയന്തുക പരസ്പരം ഭാവയന്ത ശ്രേയ പരം അവാപ്സിത. ഈ പഠിപ്പില്ലാത്ത ആളുകൾ സാധാരണ കണ്ടിട്ട് ഈ ദേവന്മാർ പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇങ്ങനെ കഥകളിയൊക്കെ കണ്ടിട്ടോ അല്ലെങ്കിൽ കണ്ടിട്ടോ ഒരു കിരീടമൊക്കെ ഉള്ള ആൾ, അതിൽ ഒരു പ്രത്യേക വേഷമൊക്കെ കെട്ടി നിൽക്കണം, ഇന്ദ്രൻ വരുണൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഒരു ധാരണ വന്നു നിൽക്കണം. അത് ഈ ഭാഷ പരിചയമില്ലായിട്ടാണ്. നമ്മുടെ ഒരൊറ്റ ഇതിലും ദേവൻ എന്നുള്ളതിന് ഇങ്ങനെ ഒരു പ്രത്യേക പേരില്ല. ദേവൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് പഠിച്ച് തന്നെ മനസ്സിലാക്കേണ്ടതാണ് ഈ കാര്യം. ഈ പ്രകൃതിയിലുള്ള പ്രത്യേക ശക്തികളെയാണ് ദേവൻ എന്ന് പറയുന്നത്. ഈ ദേവൻ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസമില്ലാതെ സൂര്യദേവൻ, വായുദേവൻ ഉണ്ടല്ലോ, വെള്ളത്തിന് വരുണദേവൻ, ഭൂമിദേവി, ഇപ്പോൾ വൈദ്യുതി ദേവനാണ്, ഇലക്ട്രിസിറ്റി, ഇങ്ങനെയാണല്ലോ. അപ്പോൾ ഈ പ്രകൃതിയിലെ ശക്തികളെയാണ് നമ്മുടെ ഈ ഗ്രന്ഥങ്ങളൊക്കെ ദേവൻ എന്ന് പറയുന്നത്. ദേവാൻ ഭാവയതേ അനേന, അവരിങ്ങോട്ട് നോക്കു വേണ്ടതൊക്കെ ചെയ്തു തരുന്നു. തേ ദേവ ഭാവയന്തുവ, നമ്മൾ ഭാവന വെച്ചാൽ വളർത്തുക, അത് നമുക്ക് വളർക്കാറുണ്ട്. അവരെ അങ്ങോട്ട് വളർത്തണം. അപ്പോൾ എന്താ സൂര്യനെ സേവിക്കുക എന്ന് പറഞ്ഞാലോ, രാവിലെ നേരത്തെ ഒരു 5 മണിക്ക് എണ്ണിട്ടിട്ട്
കുളിക്കാനൊക്കെ പോവുക. അപ്പോൾ ആ അൾട്രാ വയലറ്റ് റേസൊക്കെ കിട്ടും. അപ്പോൾ ശരീരത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. നിങ്ങൾ 8 മണി വരെ കിടന്നുറങ്ങിയിട്ട് കഴിഞ്ഞിട്ട് പിന്നെ സൂക്കട് വരുന്നതിന് അതിന് സൂര്യനെ വന്നിട്ട് കാര്യമില്ല. സൂര്യൻ അവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളത് അനുഭവിക്കുകയും വേണ്ടു. അത് മരുന്നിനെ നട്ടുവെച്ചിക്ക് അത് വിളിച്ചാൽ കൊള്ളരുത്. വൈകുന്നേരം അത് പൊന്നുപോലെയാവും എന്നൊക്കെ പറയാം അവസാനത്തെ വെയിലൊക്കെ കൊണ്ടാലേ. അപ്പം സൂര്യൻ തരാൻ തയ്യാറുണ്ട്. നിങ്ങൾ വല്ലതെങ്കിലും എന്താണ് വല്ല വസ്ത്രമൊക്കെ ഇട്ടിട്ടാവില്ല. ഈ സൂര്യൻ്റെ ഇന്ന് വിറ്റമിൻ ഡി ഒക്കെ തന്നെ അന്ന് ഉണ്ടാവും അത്രേ ഇന്ന് സൂര്യൻ്റെ. അതെ അതെ. അതിന് ഇപ്പം കുളിക്കുക, നേരത്തെ കുളിക്കൂ. വെള്ളം നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തു തരും. നിങ്ങൾക്ക് അവിടെ ഉണ്ട്. അത് എന്താണ് ഈ ബാത്റൂമിൽ കുളിക്കുകയല്ല, മുങ്ങി കുളിക്കണം. എന്നാലേ അതിന് സുഖമുള്ളൂ. അതിൻ്റെ രസം ഉണ്ട്. ഇന്ന് കുറച്ച് നീന്തുകയൊക്കെ ചെയ്യുക. അതുമാതിരി നല്ല കാറ്റ് ഉണ്ടാക്കുക. ഇപ്പം ഇതിനൊക്കെ ടൗണിൽ ഇതൊന്നും തരാൻ വേണ്ടിയുണ്ട്. വെള്ളവും ഇല്ല, കാറ്റും ഇല്ല, സൂര്യനും ഇല്ല. എന്നിട്ട് സൂക്കട് വന്നിട്ട് ആസ്പത്രിയും. കാരണം അതെ എന്താ പറഞ്ഞത്, ദേവാൻ ഭാവത്തെ ദേവ ഭാവയന്തുവ, പരസ്പരം ഭാവയന്ത. നമ്മൾ അങ്ങോട്ട് കൊടുക്കുക, അവർ ഇങ്ങോട്ട് മേടിക്കുക. ശ്രേയ പരമമായ ശ്രേയസ്സിനെ നിങ്ങൾ ചെയ്യൂ. അപ്പോൾ പ്രകൃതിയോടുകൂടി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഗീത പറയുന്നത്. ഇന്ന് നമ്മൾ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നുള്ളൂ, അങ്ങോട്ടൊന്നും കുറയ്ക്ക് കൊടുക്കുന്നില്ല. അതുകൊണ്ട് പ്രകൃതി നിങ്ങളെ എങ്ങോട്ട് ശിക്ഷിക്കുന്നു? നിങ്ങളുടെ സകല വിധത്തിലുള്ള അപകടവും പ്രകൃതി ഉണ്ടാക്കുന്നത് മുഴുവനും നമ്മൾ അങ്ങോട്ട് ചെയ്യാൻ. അപ്പോൾ എത്ര രസമായ സയൻസായി പറയുന്നത് ഇവിടെ. പരസ്പരം ഭാവയന്ത ശ്രേയ പരമാപ്സിത ഇഷ്ടാൻ ഭോഗൻ ഹി ഭോ ദേവ ദാസ്യന്തേ യജ്ഞഭാവിത തേ ദത്താൻ അപ്രദായേഭ്യോ യോ ഭുങ്ക്തേ സ്തേന ഏവസ. ഇഷ്ടാൻ ഭോഗൻ ഹി ഓ ദേവ ദാസ്യന്തേ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭോഗങ്ങളെയൊക്കെ ഈ ദേവന്മാര് ദാസനെ പോലെ തന്നു. ദാസ്യന്തേ യജ്ഞഭാവിത, യജ്ഞഭാവം ഉണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൊടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും നന്നുകൊണ്ടിരിക്കും. അപ്പം നല്ല ആ പുഴയെ ചീത്തത്തരൊന്നും കൊടുത്തില്ലെങ്കിൽ ഏത് കാലത്തും നല്ല വെള്ളം ഉണ്ടായിരിക്കും. ഇപ്പം എന്താ മണ്ണൊക്കെ മാറ്റിയിട്ട് ഭാഗതപ്പൊഴി മണ്ണായിട്ട് കിടക്കണ പോലെയാ. അതായത് ഉള്ള മണ്ണൊക്കെ എടുക്കാനല്ല, അവിടെ ആ മണൽ ഈ ഈർപ്പം സൂക്ഷിക്കാനൊക്കെ പറ്റുന്നതാണ്. അതൊക്കെ കേടുവന്നുകൊണ്ട് എന്താ ഈ നല്ല പറമ്പ് പോലെയാണ് വേനൽക്കാലത്ത് പുഴ. ആരെ കുറ്റം? നമ്മുടെ കുറ്റം. അങ്ങനെ അരുത്, അവിടെ വയ്ക്കൂ. എന്താണ് തേദത്താൻ അങ്ങോട്ട് തന്നതിനെ അങ്ങോട്ട് കൊടുക്കാത്തത് അവനെ സ്തേന അവനെ കള്ളൻ എന്ന് പറയും. അത്യന്ത രസികമായൊരു കാര്യം. എന്തൊരു ഭാവനയ ഗീതയുടെ. ആരാണ് കള്ളൻ എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ധാരണ, നിങ്ങളുടെ സാധനം ഞാൻ നിങ്ങളറിയാതെ എടുത്താൽ അതിനെയാണ് കളവ് എന്ന് ഇന്ന് നമ്മളൊക്കെ ധരിച്ചു വച്ചിട്ടുള്ളത്. ഗീത അതൊന്നുമല്ല പറയണത്. ഞാൻ നിങ്ങൾക്ക് എന്തെങ്കിലും തരാതെ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും എടുത്താൽ ഞാൻ കള്ളനാണെന്നാണ് പറയണത്. എന്തൊരു സോഷ്യൽ അല്ലെ സാമൂഹ്യ ഭാവനയ. അങ്ങോട്ട് കൊടുത്തിട്ട് വേണം എന്തെങ്കിലും ഇങ്ങോട്ട് മേടിക്കാൻ. അതുമാതിരി പ്രകൃതിക്ക് നമ്മളെ കൊണ്ടാവുന്നതൊക്കെ അങ്ങോട്ട് കൊടുത്തിട്ട് വേണം പ്രകൃതിയിൽ നിന്ന് എങ്കിലും സ്വീകരിക്കാൻ. ഇന്നിപ്പോൾ പ്രകൃതിക്ക് ഒന്നും കൊടുക്കാതെ പ്രകൃതിയുടെ നിന്ന് എല്ലാം അങ്ങോട്ട് എടുക്കുക. അപ്പോൾ പ്രകൃതിക്ക് ദേഷ്യം വരികയാണ്. നമ്മൾ കള്ളന്മാരാണല്ലോ. അപ്പോൾ പ്രകൃതി ഒന്നും തരില്ല. അതിൻ്റെ ദുഃഖമൊക്കെ ഒന്ന് കാണുന്നു. ഇപ്പോൾ ഓരോരുത്തർ കുഴി മാന്തൊക്കെ ഉണ്ടല്ലോ, വെള്ളം ഉണ്ടാക്കാൻ കുഴി ഉണ്ടാക്കാനൊക്കെ ഉണ്ടല്ലേ. ഇപ്പോൾ എത്രയോ കാലം പണ്ടൊക്കെ ധാരാളം ഈ പാടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ പാടത്തൊക്കെ വെള്ളം നിൽക്കും, അതവർ താഴും. ഇപ്പോൾ ആ പാടമൊക്കെ നികത്തി പെരണ്ടാക്കി. കുന്നൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ചിട്ട് പെരണ്ടാക്കി. അതിൻ്റെയൊക്കെ അപ്പോൾ വിഷമം വരില്ലേ? അപ്പോൾ മഴ കാണുന്നില്ല. നമ്മളുടെ ജീവിതത്തിലെ തെറ്റാണ് ഈ വെള്ളത്തിനും അല്ലെങ്കിൽ വായുവിനും. ഇനി ഇത്തിരി കഴിഞ്ഞാൽ വായുവിന് എന്താ വരിക നിശ്ചയില്ല. ഇവിടെ അത്രയും ബുദ്ധിമുട്ട് വരാണ്. അപ്പോൾ ആ രസികത്ത് നോക്കൂ. കളവ് എന്ന് പറയുന്നത് ഗീതയെ സംബന്ധിച്ചോളം അങ്ങോട്ട് കൊടുക്കാതെ ഇങ്ങോട്ട് എടുക്കണേ തന്നെയാണ് കളവ്. നമ്മളെക്കാളും എത്രയോ വലിയൊരു ആശയമല്ലേ ഇത്. നമ്മളിപ്പോൾ അവൻ അറിയാതെ എടുക്കണേനെ കളവ് പറഞ്ഞു. ഇതങ്ങനെയല്ല, അങ്ങോട്ട് കൊടുക്കാത്തത് എന്നിട്ട് എടുത്താൽ തന്നെ കളവാണ്. സ്തേന ഏവസ യജ്ഞശിഷ്ടാശിന സന്തോ മുച്യന്തേ സർവകൽപിഷേ മുഞ്ചതേ ത്വകം പാപ ഏ പചന്തി ആത്മകാരണാൽ. അതിനൊന്നുകൂടി പറയണം. യജ്ഞശിഷ്ട എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പരോപകാരം ചെയ്തിട്ട് ബാക്കി കിട്ടുന്നത്. യജ്ഞശിഷ്ട അശിനോ സന്തോ, അവരാണ് സജ്ജനങ്ങൾ. മുച്യന്തേ സർവകൽപിഷൈ, അയാൾക്ക് ഒരു പാപവും ഉണ്ടാവില്ല. പാപം പുണ്യം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ക്രിയയല്ല, അതിനുകൊണ്ട് മനസ്സിലുണ്ടാവുന്ന ഭാവത്തിൻ്റെ പേരാണ്. ഇപ്പോൾ അധ്യാപകൻ ഒരു കുട്ടിയെ അടിക്കുന്നത് പാപമല്ല, അല്ല ആ കുട്ടി പഠിച്ചിട്ടില്ലെങ്കിൽ അടിക്കാതിരിക്കുന്നതാണ് പാപം. തല്ലലല്ല, ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഞാനത് ചെയ്യേണ്ടിയിരുന്നില്ല എന്ന തോന്നൽ എനിക്ക് എപ്പോൾ വന്നുവോ അപ്പം അത് പാപമായി. ഞാനൊരു പ്രവൃത്തി ചെയ്തിട്ട് അത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ അത് പുണ്യമായി.
അപ്പോൾ ശാസിക്കണമാർ സർക്കാർ എന്നുണ്ട്, ഗവൺമെൻറ് ചിലപ്പോൾ രാജാവിന് ശാസിക്കേണ്ടി വരും. അത് അദ്ദേഹത്തിന് പുണ്യാണ്. ഞാൻ ഇപ്പോൾ തെറ്റായിട്ടൊരാളെ ശിക്ഷിക്കുക, ഞാൻ അടിക്കുക, പിന്നെ മനസ്സിലായി വേണ്ടിയിരുന്നില്ല, അപ്പോഴാണ് പാപം. അതായത് പാപം എന്നുള്ളതും പുണ്യം എന്നുള്ളതും മനസ്സിൻ്റെ ഭാവമാണ്, ക്രിയ അല്ല. ഇതൊക്കെ വളരെ അങ്ങനെ തന്നെ. ഇപ്പോൾ യജ്ഞശിഷ്ടാശനോ സന്തോ മുച്യന്തേ സർവകിൽപിഷേ. പാപങ്ങളെന്ന് പറയുന്നത് അപ്പോൾ മനസ്സിനാണല്ലോ ഈ ദുഃഖം സുഖം വരുന്നത്. യജ്ഞശിഷ്ടം കഴിക്കുന്ന ആൾക്ക് പരിഭ്രമല്ലേ, ഞാനൊക്കെ കണ്ട് കൊടുത്തിട്ട് കുറച്ച് മടിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അയാൾക്ക് ഒരിക്കലും താൻ ചെയ്തത് തെറ്റായി എന്ന ഭാവന വരണ്ടില്ല. ഭുഞ്ചതേ ത്വകം പാപ, പാപം പോലാണ് ഭുഞ്ചതേ. ഈ ഭജന്തി ആത്മകാരനാൽ, എൻ്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടും ഞാൻ കഴിക്കാതിരിക്കാൻ, അതിൻ്റെ പേരാണ് പാപം. അപ്പോൾ അതുകൊണ്ട് അത് വരാൻ വയ്യ പറയണം. ഇനി ഒരു ചക്രം പറയണം യജ്ഞത്തിൻ്റെ. അന്നാൽഭവതി ഭൂതാനി പർജന്യാൽ അന്നസംഭവ യജ്ഞാൽഭവതി പർജന്യു യജ്ഞ കർമ്മസമുദ്ഭവ. ഇവിടെ ബ്രഹ്മം തൊട്ടിട്ട് ഇങ്ങനെ ചുറ്റി വന്ന് മടങ്ങിയിട്ട് ആദ്യം ഞാൻ ഇതിന് അർത്ഥമായിട്ടാണ് പറയാം. ബ്രഹ്മം എന്നുണ്ടോ, അത് പൂർണ്ണം, നിരപേക്ഷം, നിശ്ചലം, ഇതൊക്കെയാണ് അത് തന്നെ സങ്കല്പിക്കുകയാണ് ഈ ബ്രഹ്മം തന്നെ. അപ്പോൾ അത് സാപേക്ഷം, ചലനമുള്ളത് ഒക്കെ ആവുന്നു. അതിൻ്റെ പേരാണ് പ്രകൃതി. അപ്പോൾ ബ്രഹ്മത്തിൽ നിന്ന് പ്രകൃതി ഉണ്ടാവും. ആ പ്രകൃതി ഉണ്ടാകുമ്പോൾ കർമ്മം ഉണ്ടാവും. കർമ്മം, എന്തെങ്കിലും കർമ്മം ചെയ്യാണ്ടില്ല. ആ കർമ്മം എങ്ങനെയായിട്ട് ചെയ്യണം? പരോപകാരമായിട്ട് കർമ്മം ചെയ്താൽ അത് യജ്ഞവും. ആ യജ്ഞം വേണ്ടവർ ചെയ്താൽ അപ്പം എന്തുണ്ടാവുന്നു? പർജന്യം, മഴ വെച്ചാൽ എല്ലാ സൗകര്യങ്ങളും. മഴ എൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ. മഴ പോലെ വർഷിച്ചു തരും നോക്കും നമ്മുടെ കാമങ്ങളൊക്കെ. ആ മഴ ഉണ്ടാവും. ആ മഴയെന്നാണ് എന്തുണ്ടാവുക? പ്രത്യേകിച്ച് അന്നം, ഭക്ഷണം ഉണ്ടാവും. ആ അന്നം കഴിച്ചിട്ടാണ് ഭൂതങ്ങൾ ഉണ്ടാവുക. ഭൂതങ്ങളുണ്ടായി. ആ ഭൂതങ്ങൾ വേണ്ട മാതിരി ഇപ്പോൾ ഈ ചെയ്ത കൂട്ടല്ലോ ഈശ്വര അർപ്പണമായിട്ട് ജീവിച്ചാൽ അവർ ബ്രഹ്മത്തേക്ക് തന്നെ ചേരും. അപ്പോൾ ഒരു ചക്രായി ബ്രഹ്മം, പ്രകൃതി, കർമ്മം, യജ്ഞം, പർജന്യം, അന്നം, ഭൂതം, ബ്രഹ്മം, ഇങ്ങനെ ഒരു അതാണ് ഇവിടെ പറഞ്ഞത്. യജ്ഞാൽ ഭവതി അന്നാൽ ഭവതി ഭൂതാനി പർജന്യാൽ അന്നസംഭവ യജ്ഞാൽ ഭവതി പർജന്യോ യജ്ഞ കർമ്മസമുദ്ഭവ. ഇതൊരു ചക്രം പറയാം. ഞാൻ ഒരിക്കൽ കൂടിയും പറയാം അത് മനസ്സിലാക്കാൻ. ബ്രഹ്മം നിശ്ചലം, നിർവികാരം ഒക്കെയാണ്. അത് സങ്കല്പം കൊണ്ടാണ് പ്രകൃതിയാണ്. പ്രകൃതി വെച്ചാൽ വളരെ നല്ലതാണ്, ഈശ്വരൻ തന്നെ ഭാവം. അത് പക്ഷേ ചലനമുണ്ട്. ആ പ്രകൃതി അപ്പോൾ കർമ്മം ഉണ്ടാവും. ആ കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയായിട്ട് ചെയ്യണമോ കർമ്മം? യജ്ഞാർത്ഥമായിട്ട് ചെയ്യണം. അപ്പം ദേവരെ പറഞ്ഞതാണ് ഈ ശ്ലോകങ്ങളൊക്കെ അത് തന്നെയാണ്. യജ്ഞാർത്ഥമായിട്ട് എന്നുവെച്ചാൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ടുള്ള കർമ്മം. അങ്ങനെ വരുമ്പോൾ മഴ വെച്ചാന്നർത്ഥം നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും, മഴ ഇല്ലെങ്കിൽ ഒന്നുമില്ലല്ലോ. മഴ എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും മഴ ഇഷ്ടം പോലെ മഴ പോലെ നമുക്ക് തന്നോക്കും. എന്താണ് എല്ലാ അതെ പർജന്യം എന്ന് പറഞ്ഞാൽ മഴ ഇല്ലെങ്കിൽ ജീവിതത്തിലൊന്നും പറ്റില്ലോ. ആ മഴ എല്ലാ സൗകര്യവും മഴ ചെയ്തു തരും. മഴ ഉണ്ടാവുമ്പോൾ അന്നം തന്നെ ഉണ്ടാവും. അന്നം എന്ന് പറഞ്ഞാൽ ഇതാക്കണ്ട, എല്ലാ അന്നമാണ്. ആ അന്നം കൊണ്ടാണ് എന്തുണ്ടാവുക? ഭൂതങ്ങൾ ഉണ്ടാവുന്നത്. പറഞ്ഞല്ലോ ആ ഭൂതങ്ങൾ ഈ പറഞ്ഞ പ്രകാരം തന്നെ ഈ ഭൂതം ഇതിനെയൊക്കെ സഹായിക്കുക വയ്ക്കുക. അങ്ങനെ നമ്മളൊക്കെ അത് കഴിഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് തന്നെ മടങ്ങി ചേരും. അപ്പം ഇങ്ങനെ ചക്രം പോലെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ഇത് തെറ്റിക്കുക. നമ്മളെന്ത് ചെയ്യുന്നു? ആ കർമ്മം വരുമ്പോൾ യജ്ഞം തന്നെ ഇല്ലാണ്ടേ. കാരണം അഹങ്കാരവും അല്ലെങ്കിൽ സ്വാർത്ഥമായിട്ടുള്ള കർമ്മം ചെയ്യും. ആ സ്വാർത്ഥമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ പർജന്യം ഉണ്ടാവില്ല, മഴ പെയ്യില്ല. മഴ പെയ്യുന്ന സമയത്ത് അന്നം ഉണ്ടാവില്ല. അന്നം ഇല്ലാന്നുമ്പോൾ ഭൂതം ഉണ്ടാവില്ല. വലിയ ഭൂതങ്ങൾ വിഷമിക്കുന്നു. ഭൂതങ്ങൾ ഉണ്ടായാൽ തന്നെ നശിച്ചുള്ളൂ, ബ്രഹ്മത്തിൽ ചേരില്ല. ഈ ചക്രമായിട്ട് തെറ്റിപ്പോവുക. ഈ ചക്രം തെറ്റിക്കൂടാ. ഇത് ഭഗവാൻ നിശ്ചയിച്ച ചക്രമാണ്. നമ്മളെല്ലാവരും ഇത് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും എന്ത് വേണം? പ്രകൃതി, കർമ്മം, യജ്ഞം നമ്മൾ ചെയ്തോളണം. അപ്പോൾ പർജന്യം തന്നെ ഉണ്ടാവും. പർജന്യം തന്നെ ഉണ്ടാകുമ്പോൾ അന്നം ഉണ്ടായിക്കോളും. അന്നം ഉണ്ടാകുമ്പോൾ ഭൂതങ്ങൾക്ക് വളർച്ച സാധിക്കും. ഇങ്ങനെ ഇതാണല്ലോ കർമ്മയോഗം. ഇത് ശരിക്കും ചെയ്താൽ പിന്നെ യാതൊരു പ്രശ്നവുമില്ല. അവിടെ തന്നെ നമുക്ക് ജീവിതത്തിൽ സാധിക്കും എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ കർമ്മ അതിൻ്റെ ബാക്കി ഇവിടെ പറഞ്ഞു. കർമ്മ ബ്രഹ്മോത്ഭവം വിദ്ധി
ബ്രഹ്മ അക്ഷര സമുദ്ഭവാൽ തസ്മാൽ സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അതുകൊണ്ട് ആ മുകളിലും ബ്രഹ്മം, നടുക്കിൽ യജ്ഞം, ഇങ്ങനെ വരിക. അങ്ങനെ വരുന്നത്. മറ്റത് പ്രകൃതി കർമ്മം, മറ്റത് പർജന്യം അന്നം ഭൂതം. അപ്പോൾ ഏകദേശം നടുക്കിലാണ് യജ്ഞം വരിക. ഈ യജ്ഞമാണ് ഇതിലത്തെ പ്രധാന ഭാഗം. യജ്ഞം വെച്ചാൽ സഹകരണത്തോടു കൂടിയുള്ള പ്രവർത്തനം അല്ലേ? എല്ലാവരോടും സഹകരണ പ്രശ്നമുണ്ടോ ജീവിതത്തിൽ? നമുക്ക് ഇന്ത്യക്കാരെ പറ്റി സ്വാമി പറയും, 4 ആൾ കൂട്ടി കമ്പനി കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ അത് പൊളിയും പറയും. മറ്റു രാജ്യക്കാരല്ല, അവർ 12 ആളെങ്കിലും അവർ ഒരുമിച്ച് നിന്നിട്ട് ആ കമ്പനി നടത്തും. കാരണം അവർക്ക് കോപ്പറേഷൻ എന്നുള്ള ഒന്നുണ്ട്. നമുക്കത് തീരെ ഇല്ലാതെയായിരുന്നു. കാരണം ഈ ഗീതയൊന്നും പഠിക്കാഞ്ഞിട്ട് അതുകൊണ്ടാണ് വന്നത്. ഗീത പഠിച്ചില്ലെങ്കിൽ ആ കോപ്പറേഷൻ നമുക്ക് ഉണ്ടാവാണ്ടിരിക്കില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഭാരതം ഒരിക്കലും ഒരു എന്താ ശുഷ്കിച്ച രാജ്യമല്ല. വളരെ എല്ലാ വിധത്തിലെ സമ്പത്തും നമ്മുടെ എല്ലാ സമ്പത്തും ഉണ്ടായിരുന്ന രാജ്യമാണല്ലോ. എന്താ കാരണം? യജ്ഞഭാവന ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് അത് പറയാണ്, ഇങ്ങനെ അത് ചെയ്യണം. ഇത് ചെയ്യാഞ്ഞാലത്ത് എന്താ എന്നാണ് അടുത്ത ശ്ലോകം. ഏവം പ്രവർത്തിതം ചക്രം ന അനുവർത്തയതീഹ യ അഘായുരിന്ദ്രിയാമോ മോഹം പാർത്ഥ സജീവതി. അങ്ങ് ഒരു ലേശം ഒന്ന് നമ്മളെ ശപിക്കണ പോലെ പറയണം. ഏവം പ്രവർത്തിതം ചക്രം, ഈ ചക്രമുണ്ടല്ലോ ഇത്, അത് ന അനുവർത്തയതി ഇഹ യ, ആരാണോ ഇത് അനുവർത്തിക്കാത്തത്, അതിനെ അനുസരിച്ച് പ്രവർത്തിക്കാത്തത്, അയാൾ അങ്ങനെയാണ് അഘായു. അവൻ്റെ ആയുസ് തന്നെ പാപണം. അഘായു കാരണം ഇന്ദ്രിയാരാമ, അവൻ ഇന്ദ്രിയാരാമനാണ്. ഇന്ദ്രിയങ്ങൾ കീഴിൽ അല്ലേ? നമ്മൾ എന്ത് വേണം? ആത്മാരാമന്മാരാവണം. എങ്ങനെയാ പറയാം? അതൊന്നും വേണ്ടില്ലെങ്കിലും ഇല്ല, ബുദ്ധിരാമന്മാരെങ്കിലും അയ്യത്ര കിട്ടില്ല തോന്നുന്നു എനിക്ക്. ആരാമോ മോഹം പാർത്ഥസജീവ, അവൻ ജീവിക്കുന്നത് കൊണ്ട് ഈ ലോകത്തിന് ഒരു ഉപകാരമില്ല. എത്ര കേമായിട്ടാണ് ഭഗവാൻ പറയുന്ന കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഇതിൽ രാഷ്ട്രീയം, സാമ്പത്തികം, സാമുദായികം, ഈ കാര്യങ്ങളൊക്കെ ഗീത വളരെ വ്യക്തമായിട്ട് ഇങ്ങനെ പറയുകയാണ്. അല്ലാണ്ട് എന്തെങ്കിലും ഒരു കഥ പറയല്ല. നമ്മളിങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ഇതാ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പ്രവൃത്തി, ഈ ചക്രം, ഏത് പ്രകൃതിയുടെ ഈ ചക്രം ഉണ്ടല്ലോ, ഇത് ആരാണോ തെറ്റിക്കുന്നത് അവൻ ഇവിടെ പാപിയാണ്. അവനെ കൊണ്ട് ലോകത്ത് യാതൊരു കാര്യവുമില്ല. അപ്പോൾ അർജുനൻ ഇവിടെ ചോദിച്ചത് കർമ്മം വേണമെന്നാണ്. അപ്പോൾ ചെയ്യാൻ ഞാൻ എന്തായി ഇങ്ങനെയൊക്കെ ഉണ്ടാവും പറഞ്ഞു. ഈ പാപമൊക്കെ ഉണ്ടാവുക. അതുകൊണ്ട് കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മയോഗത്തിൻ്റെ രസം അതെങ്ങനെയാണ്? ഒന്ന് ഈ യജ്ഞത്തിനാണ് പ്രാധാന്യം അവിടെ. കാരണം മടക്കി കൊടുക്കുക പ്രധാനമായിട്ട് പ്രകൃതിക്ക്. മറ്റത് സമുദായം ഒക്കെ പ്രകൃതി ഉണ്ടായിട്ടില്ലേ ഉണ്ടായത്, വ്യക്തിയൊക്കെ. ജ്ഞാനും തപസ്സും ഈ യജ്ഞത്തിൽപ്പെടും. അതിന് സമുദായത്തോടെപ്പോൾ അതിന് ദാനെന്നും, ശരീരത്തോടായപ്പോൾ അതിന് തപസ്സൊന്നും പേര് പറഞ്ഞുള്ളൂ. കാര്യം യജ്ഞം തന്നെ. പരോപകാരം എന്നുണ്ടല്ലോ, ശരീരത്തിന് അതിന് ഉപകാരം അങ്ങോട്ട് ചെയ്യാച്ചാൽ ക്ഷീണം തീർക്കുക, അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ യജ്ഞഭാവന ഇതായിരുന്നു നമ്മുടെ ഹിന്ദു സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം. യജ്ഞ സംസ്കാരമാണ്. ഇങ്ങോട്ട് സ്വീകരിക്കലല്ല, അങ്ങോട്ട് കൊടുക്കൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ രാജ്യത്തിന് സമാധാനം, ശാന്തി, എന്തൊക്കെ നമ്മൾ പറയണോ, സമൃദ്ധി ഒക്കെ ഈ യജ്ഞത്തെ ആശ്രയിക്കും. അല്ലെങ്കിൽ പരസ്പര ബന്ധം, സ്നേഹത്തിന്. ഇപ്പം അങ്ങനെയല്ല. ഈ കർമ്മയോഗം ഇല്ലാത്തതുകൊണ്ട് വെറും കർമ്മമാകുമ്പോൾ എനിക്ക് കിട്ടണമെന്ന് വരിക. കർമ്മയോഗം ആകുമ്പോൾ അങ്ങനെയല്ല, അങ്ങോട്ട് കൊടുക്കണമെന്ന് തോന്നുക. അതാണല്ലോ യജ്ഞം. ഈ കർമ്മയോഗം എന്ന് പറയുന്നത് യജ്ഞം ഒന്ന് തന്നെയാണ്. അങ്ങോട്ട് കൊടുക്കണം തോന്നുക. അത് സാധിക്കുകയാണ്. ഒരു വിഭാഗം അവസാനിച്ചു ഇവിടെ. ഇനി ഒരു 3 ശ്ലോകം കൂടി പറയാം. അതെന്താ വെച്ചാൽ, ഇങ്ങനെ ചെയ്ത ഒരു മഹാത്മാവ് എല്ലാം ചെയ്തു വരിക. ഇപ്പോൾ പറഞ്ഞ പ്രകാരം അയാളെ പറ്റി പറയുകയാണ് ഒരു 3 ശ്ലോകം. യസ്തു ആത്മരതിരേവ സ്യാൽ ആത്മതൃപ്തസ്യ മാനവ ആത്മന്യേവ ച സന്തുഷ്ട തസ്യ കാര്യം ന വിദ്യതേ. യഹ തു ആത്മരതി ഏവ രതി ച സുഖം. രതി സുഖം എന്നൊക്കെ കേട്ടല്ലോ, സ്ത്രീ പുരുഷത്തിന് രതി സുഖം എന്ന് പറയും. പ്രധാനപ്പെട്ടൊരു കാര്യമാകൊണ്ട് പറയാണ്. ഇവിടെ ആത്മാവിലെ രതി, സ്ത്രീയും പുരുഷനുമല്ല, ആത്മാവ് പൂർണ്ണതിൽ രതിക്കുക, ആനന്ദിക്കുക. അപ്പോൾ ആത്മരതിച്ച പൂർണ്ണ ആത്മരതി ത്വേവ യസ്തു ആത്മരതിരേവശ്യ ആത്മതൃപ്തസ്യ. സംതൃപ്തിയാണ് ഒരു ജീവിതത്തിൽ ആവശ്യം. സുഖമല്ല, ഞാൻ സംതൃപ്തനാണ്.
ഇംഗ്ലീഷിൽ കണ്ടന്റ്മെന്റ് എന്ന പേര്. മനുഷ്യനില്ലാത്ത ഒരൊറ്റ ഗുണം ഇത് മാത്രമാണ്. എത്ര കിട്ടിയാലും തൃപ്തിയില്ല. അപ്പോൾ എന്നും ദുഃഖമുള്ളൂ. ഇവിടെ അങ്ങനെയില്ല. ഒന്നും കിട്ടിയില്ലെങ്കിലും പരമതൃപ്തനാവുക, അത് ആത്മാവിലേ സാധിക്കുള്ളൂ. ആത്മതൃപ്തസ്യ മാനവ ആത്മന്യേവച സന്തുഷ്ട. സന്തോഷിക്കാൻ വേറെ ഒന്നും ആവശ്യമില്ല, ഞാൻ പൂർണ്ണനാണ് കേട്ടോ. തസ്യ കാര്യം ന വിദ്യത്തെ. അദ്ദേഹത്തിന് കാര്യം കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല എന്നാ ഇവിടെ കേട്ടാ തോന്നുക. കാരണം പ്രകൃതി, കാര്യം അതിൻ്റെ പ്രവൃത്തി. അയാൾക്ക് പ്രവൃത്തി ഒന്നുമില്ല. ആർക്ക്? ഈ പറഞ്ഞ മാതിരി ആത്മരതി, ആത്മതൃപ്തൻ, ആത്മനെ സന്തുഷ്ടൻ, അയാൾക്ക് കർമ്മമൊന്നും ചെയ്യേണ്ടതില്ല എന്ന് ഒരർത്ഥം എടുക്കാം. ശങ്കരാചാര്യസ്വാമികൾ അങ്ങനെ ഇതിനർത്ഥം പറഞ്ഞിട്ടുണ്ട്. എന്താണ് പറഞ്ഞാൽ ആ ആൾക്ക് ഈ കർമ്മത്തിൻ്റെ ആവശ്യമില്ല. എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടെങ്കിലേ അയാൾക്ക് തസ്യ കർമ്മം എന്നല്ല, കാര്യം എന്ന വാക്ക്. കാരണം എന്ന് പറഞ്ഞാൽ പരമാത്മാവ്, കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി. അപ്പോൾ ആ പരമാത്മാവിൽ നിൽക്കുന്ന ആൾക്ക് പ്രകൃതി ഇല്ലല്ലോ, അങ്ങനെയാണ് പറഞ്ഞത്. അല്ലാണ്ട് പണിയില്ല എന്നല്ല. അദ്ദേഹത്തിന് വയ്യ, കാരണം അദ്ദേഹം പൂർണ്ണനായി കഴിഞ്ഞു. അദ്ദേഹത്തിന് കാര്യമൊന്നുമില്ല. അപ്പോൾ ആ ഇതിനെ എടുത്തിട്ട് സന്യാസിമാർ എന്ത് ചോദിച്ചു? അയാൾ ആത്മസ്വരൂപനായി. പക്ഷെ ഇനി ഭഗവാൻ പറയുന്നത് ഭഗവാനും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഭഗവാന്റെ അഭിപ്രകാരമുള്ള കർമ്മം ചെയ്യുന്നത്. അത് ചെയ്യാതിരുന്നാൽ പറ്റില്ല. ശങ്കരാചാര്യസ്വാമി പറഞ്ഞതിൻ്റെ മഹത്വം മനസ്സിലാക്കാണ്ടേ അവർ കാര്യം മാത്രം പ്രവൃത്തിയൊന്നും ഉണ്ടാച്ചു. അയാൾ ആത്മതൃപ്തനുമല്ല, പിന്നെ ആരാണത്? ആത്മരതിയല്ല, പിന്നെ ആത്മസന്തുഷ്ടനുമല്ല. ജ്ഞാനിയാന്നാ പറഞ്ഞിട്ട് പണി മാത്രമായിട്ട് ഉണ്ടാച്ചു. ഈ പ്രപഞ്ചമൊന്നുമില്ല പറഞ്ഞിട്ട്. അപ്പോൾ താനെവിടെ ഇരിക്കണ്? പ്രപഞ്ചത്തിൽ. ഊണിക്കുന്ന എവിടെ നിന്നാ? പ്രപഞ്ചത്തിൽ നിന്ന്. അതൊന്നും പറ്റില്ല, അതൊന്നും കണക്കാക്കിയില്ല. അങ്ങനെ സന്യാസി ഭാവത്തിന് ഒരു നഷ്ടം വന്നു. ശങ്കരാചാര്യ കുട്ടിയല്ല, ഇവർ അത് തെറ്റിദ്ധരിച്ചിട്ട് കാര്യം എന്ന വിദ്യത. അതിന് കാരണം അത് അടുത്ത ശ്ലോകം വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. നൈവതസ്യ കൃതേനാർത്ഥോ നാകൃതേനേഹ കശ്ചന എന്നുവെച്ചാൽ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യപാശ്രയ എന്നർത്ഥം. നൈവതസ്യ കൃത, അദ്ദേഹത്തിന് കർമ്മം ചെയ്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അർത്ഥം നാകൃതേന ചെയ്യാത്തതുകൊണ്ടും ഒരു കുഴപ്പമില്ല. എന്നുവെച്ചാൽ അസ്യ സർവഭൂതേഷു കശ്ചിദർത്ഥവ്യ, ഒന്നിനുകൊണ്ടും അദ്ദേഹത്തിന് വേറെ ഭൂതങ്ങൾ ഒരാശ്രയവുമില്ല. അപ്പോൾ ചെയ്താലും വിരോധമില്ല, ചെയ്തില്ലെങ്കിലും വിരോധമില്ല എന്ന് വെച്ചാൽ ചെയ്യാന്നർത്ഥം വന്നില്ലല്ലോ. അങ്ങനെ വന്നില്ലേ? ലോകമാന്യ തിലകനെ പറ്റിയിട്ടും ഈ ശങ്കരാചാര്യെ പറ്റിയിട്ടും ആളുകൾ തെറ്റായിട്ട് പറയാറുണ്ട്. ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു ഈ ലോകം തന്നെ മിഥ്യയാണ്, സസ്യകാര്യം എന്ന വിദ്യത, പിന്നെ ലോകമില്ല എന്നൊക്കെ പറഞ്ഞു. ലോകമാന്യ തിലകൻ പറഞ്ഞത് ഗീതയെ കർമ്മയുഗമായിട്ടാണ് അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ട്. ഇവിടെ കർമ്മം ചെയ്യാതെ പറ്റില്ല, എല്ലാവരും കർമ്മം ചെയ്യും, ഒരു സന്യാസിയായാലും കർമ്മം ചെയ്യണം എന്നാണ് ലോകമാന്യ തിലകൻ്റെ. അപ്പോൾ ഇവരെ രണ്ടാളുടെയും വിരുദ്ധമാണ് എന്നൊരു അഭിപ്രായം ഈ വിവരമില്ലാത്തവർ പറഞ്ഞുണ്ടാക്കി. അത് അങ്ങനെയല്ല എന്നുള്ളത് വളരെ വ്യക്തമാവാൻ ഒരു കാര്യം പറയാം. ഈ തസ്യ കാര്യം എന്ന വിദ്യത എന്നുള്ളതാണ്. തസ്യ വെച്ചാൽ ഈ പരമജ്ഞാനിക്ക് കാര്യം എന്ന് പറഞ്ഞാൽ പ്രകൃതി, പുരുഷൻ പ്രകൃതി, അധികം പുരുഷൻ മാത്രമേ ഉള്ളൂ, പ്രകൃതി ഇല്ലല്ലോ. എന്നാൽ വിദ്യത അയാൾക്ക് പ്രകൃതി ഇല്ല. കാരണം അയാൾ ആത്മതൃപ്തനാണ്. അയാൾക്ക് പ്രകൃതി പറഞ്ഞാൽ തൃപ്തി വരാത്തതാണല്ലോ. ഭാഗികമല്ലേ പ്രകൃതി, അതുണ്ടാവും. അപ്പോൾ അങ്ങനെ അതേ അദ്ദേഹം പറഞ്ഞത്. ആരെ? ആത്മജ്ഞാനി. തിലക മഹാരാജാവ് പറഞ്ഞത്, ശങ്കരാചാര്യ പറഞ്ഞത് ശരി തന്നെയാണ്. അവിടെ ലേശം ഒരു വാക്ക്, അതിൻ്റെ ഈ പ്രഷറുണ്ടല്ലോ, അതൊന്നും അപ്പുറത്തേക്കാണ്. തസ്യ കാര്യം എന്ന വിദ്യത്തിന് കാര്യം സമ്മതിച്ചു. അയാൾക്ക് പിന്നെ ഈ പ്രകൃതിയില്ല, അയാളെ മുഖത്തിനായിട്ടുള്ളൂ. പ്രകൃതി ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിയുള്ളവർക്കൊക്കെ പ്രകൃതി ഉണ്ട്. അപ്പോൾ അവരുടെ ഉദ്ധാരണത്തിന് വേണ്ടി അദ്ദേഹം കർമ്മം ചെയ്യും. അദ്ദേഹത്തിന് കർമ്മം വേണ്ട, മറ്റുള്ളവരെ നേരെയാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കർമ്മം ചെയ്യും. അപ്പോൾ സന്യാസിമാർ, അതായത് മുക്തിക്കും അപ്പുറത്താണ് കർമ്മയോഗം എന്നാണ് തിലകൻ്റെ അഭിപ്രായം. മുക്തി കിട്ടി, അത് എല്ലാവർക്കും ജ്ഞാനം കൊണ്ട് കിട്ടും. മുക്തിയുടെ അപ്പുറത്തൊന്നുണ്ട്, അതാണ് അദ്ദേഹം പറഞ്ഞ കർമ്മയോഗം. നമ്മൾ വിചാരിക്കുന്ന ഈ പണിയെടുക്കുന്ന കർമ്മം അല്ലാതെ മുക്തിക്ക് ശേഷം ബാക്കി ഈശ്വരൻ്റേതായ ഈ ലോകമുണ്ട്, അതിനെ സേവിക്കുക എന്ന ഇത് എല്ലാം അറിഞ്ഞിട്ട്, അതാണ് ഗീത പറയണ കർമ്മയോഗം എന്നാ തിലകൻ പറയണത്. ഇത് മനസ്സിലാക്കാണ്ടേ ചിലർ മുക്തിയൊന്നുമല്ല വേണ്ടത്, പണിയെടുക്കുക വേണ്ടത്. അല്ല, മുക്തിക്ക് ശേഷം ഈ കർമ്മം ചെയ്യാൻ പറഞ്ഞത് തിലകൻ, അല്ലാണ്ട് മുക്തിയുടെ മുമ്പേ അല്ല. മുക്തനാവണം,
കാരണം തനിക്ക് ഒരു ആത്മതൃപ്തനാവണം, ആത്മസന്തുഷ്ടനാവണം, ഇല്ലേ? അങ്ങനെയുള്ള ആൾ വേണം എന്ത് ചെയ്യാൻ? സേവന പ്രവൃത്തി ചെയ്യാൻ. അപ്പം നമ്മൾ അങ്ങനെ അല്ലാതെ ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടുത്തെ ഈ പല കുഴപ്പങ്ങളും കാണുന്നത്. അവർക്ക് തന്നെ സന്തുഷ്ടിയില്ല, പിന്നെ സ്വന്തം ആവശ്യത്തിനാണ് പണിയെടുക്കുന്നത്. എന്നിട്ട് രാഷ്ട്രീയം ഒന്നും പറയാണ്, സാമൂഹികമൊക്കെ, അതൊന്നും രാഷ്ട്രീയ സമയമില്ല. ശരിക്കും പറഞ്ഞാൽ സ്വാർത്ഥ, തീരെ സ്വാർത്ഥമില്ലാത്ത ആൾക്കേ ലോകസേവനം ചെയ്യാൻ പറ്റുള്ളൂ. സ്വാർത്ഥമുള്ള ആൾക്ക് സാധിക്കാനേ പറ്റില്ല എന്നുള്ളത് വളരെ വ്യക്തത. അപ്പോൾ കാരണം എന്താ പറയുക, എന്ത് പറയുന്നു, അയാൾക്ക് പണിയെടുക്കണോണ്ടും വിരോധമില്ല, പണിയെടുക്കാണ്ട് വരില്ല. അതിന് വിനോബാജി അതിനൊരു ഉദാഹരണമായിരുന്നു. ജ്ഞാനി എങ്ങനെയുണ്ടോ, കർമ്മം ചെയ്യണോണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കർമ്മം ചെയ്യാത്തതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ദോഷവുമില്ല എന്നാണ് സന്യാസിയുടെ ഭാവം. കർമ്മം ചെയ്യുന്നത് കൊണ്ട് ചെയ്യാത്തതുകൊണ്ട് ദോഷമില്ല. കർമ്മയോഗി എങ്ങനെയുണ്ടോ, കർമ്മം ചെയ്യണോണ്ട് ഒരു വലിയ ദോഷമൊന്നുമില്ല, കർമ്മം ചെയ്യാണ്ടിരിക്കൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല എന്നാ അയാളുടെ. ഇത് രണ്ടാളെ ഞാനൊരു ഉദാഹരണത്തിൽ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഒന്ന് രമണ മഹർഷിയും ഒന്ന് ഗാന്ധിജിയും. രമണ മഹർഷിയുടെ അഭിപ്രായം, കർമ്മം ചെയ്യണോണ്ടൊരു പ്രത്യേകിച്ച് കാര്യമില്ല, അതുകൊണ്ട് കർമ്മം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അങ്ങനെയാണ്. തെറ്റൊന്നുമില്ല, അതൊരു സ്റ്റേജാണ്. കർമ്മം ചെയ്യണോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, കാരണം ഇതൊരു സ്വപ്ന ലോകമാണ്. അപ്പോൾ കർമ്മം ചെയ്യാത്തൊരിതുകൊണ്ടൊരു ദോഷമൊന്നുമില്ല, കർമ്മം ചെയ്യണോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. മഹാത്മാവ് സമ്മതിക്കണം. പക്ഷേ ഒരു രമണ മഹർഷിക്ക് അങ്ങനെ ഉപയോഗിക്കൂ, നമുക്കാവില്ല. ഗാന്ധിജി സാധാരണക്കാരനും വേണ്ടിയ. ഗാന്ധിജി പറഞ്ഞത്, കർമ്മം ചെയ്യണോണ്ട് പ്രത്യേകിച്ച് ഒരു ദോഷമൊന്നുമില്ല, കർമ്മം ചെയ്യാതിരുന്നോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. അപ്പോൾ കർമ്മം ചെയ്യല്ലേ വേണ്ടത്? രണ്ടും തന്നെ. രണ്ടാളും ജ്ഞാനികളാണ്. ഒരാൾ കർമ്മം ചെയ്യണോണ്ട് കർമ്മം ചെയ്യാണ്ടിരുന്നോണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല വെച്ചാൽ കർമ്മം ചെയ്യണം, ചെയ്യാതിരിക്കണോണ്ട് പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല എന്ന് പറയാണ്. അയാളെ കർമ്മയോഗിയാണ്. മറ്റേ ആൾ ജ്ഞാനി എങ്ങനെയാ വെച്ചാൽ കർമ്മം ചെയ്യണോണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നുമില്ല, ചെയ്യാത്തതുകൊണ്ട് ഒരു ദോഷവുമില്ല. അതും നന്ന്. പക്ഷേ ആദ്യം പറഞ്ഞത് ആളാണ് അധികം ആൾ ഇവിടെ വയ്ക്കുക, കാര്യം കുടുങ്ങും. കാരണം പരമജ്ഞാനി അപ്പോൾ ഇവിടെ പ്രപഞ്ചം ലഡ്ഡും. അപ്പോൾ ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് എന്ത് വേണം? ഇനി അടുത്ത ശ്ലോകത്താണ് പറഞ്ഞത്. ആദ്യം ഇങ്ങനെ പറഞ്ഞു, മൂന്നാമത് ശ്ലോകത്ത് പറയണം, നൈവ തസ്യ കൃതായനർത്ഥോ നാകൃതേന കശ്ചന താസ്യ സർവഭൂതേഷു കശ്ചന. അതെ, തസ്മാൽ ഈ രണ്ടെണ്ണം പറഞ്ഞിട്ട് ആദ്യം കാരണം എന്നൊക്കെ പറഞ്ഞല്ലോ. തസ്മാൽ അസക്ത സതതം കാര്യം കർമ്മ സമാചര അസക്തോ ഹ്യാചരൻ കർമ്മ പരമാപ്നോതി പുരുഷ. ശരിക്കും ഗംഭീരമായ ശ്ലോകം. ഈ പറഞ്ഞതുകൊണ്ട്, അതായത് കർമ്മം ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ദോഷമില്ല, കർമ്മം ചെയ്യാത്തതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ഗുണമില്ല എന്നാണ് ഭഗവാൻ സ്വീകരിക്കുന്നത്. തസ്മാൽ അതുകൊണ്ട് അസക്ത, ശക്തിയില്ലാതെ, കാര്യം കർമ്മ സമാചര, ഈ കർമ്മങ്ങളെ സമാചര സമ്യക്കാവും വണ്ണം ആചരിക്കുക, വേണ്ട പോലെ പ്രവൃത്തി എടുക്കുക. എങ്ങനെ? നിങ്ങളൊന്നും കിട്ടണ്ട, പ്രകൃതിയുടെ സ്വഭാവമാണ്. ശരീരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്രകൃതിയാണ്. ആ പ്രകൃതി ഞങ്ങൾ ചെയ്യില്ല പറഞ്ഞാൽ നിങ്ങൾ പ്രകൃതിക്ക് വിരുദ്ധവും. അപ്പോൾ പ്രകൃതിയുടെ കാര്യം ചെയ്യുക. പക്ഷേ ആത്മാവ് അതിൻ്റെ സാക്ഷി മാത്രം. സാക്ഷിക്ക് പ്രശ്നമില്ലല്ലോ, ബന്ധപ്പെട്ടിട്ടില്ലല്ലോ. സാക്ഷിയായിട്ട് ഈ ആത്മസാക്ഷ്യത്തിലേക്കൊക്കെ ചെയ്യാൻ വയ്ക്കും. ഒരാൾ കാണാൻ വേണമല്ലോ ഈ പ്രവൃത്തി, അത് ചെയ്യണം. അസക്തോ ഹ്യാചരൻ കർമ്മ, ശക്തിയില്ലാതെ കർമ്മം ചെയ്താൽ പരം ആപ്നോതി പുരുഷ, പരമമായ പദത്തെ അയാൾ പ്രാപിക്കുന്നു. എന്താ പരമമായ പദം? ഞാൻ ശരീരം മാത്രമല്ല പൂർണ്ണനായ ആത്മാവാണ് എന്ന ബോധം ഉദിക്കലാണ് പരമമായ നമ്മുടെ മോക്ഷം. ശരീരം ഇല്ലാണ്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ലോ. ശരീര ബുദ്ധി മനസ്സിലാക്കില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് പൂർണ്ണനാണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ അപ്പോൾ ശരീരത്തിലിരിക്കുമ്പോൾ ശരീരവും വേണം, മോക്ഷവും വേണം, രണ്ടിനും വിരോധമില്ല. അതുകൊണ്ട് ഭഗവാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു, നല്ലത് കർമ്മയോഗത്തിൽ, ഇനി ജ്ഞാനയോഗത്തിൽ പറയുമ്പോൾ ഇതല്ലാണ്ടൊന്ന് പറയോടെ, അതൊരു സ്റ്റേജ് വേറെയാണ്. ഇത് നമുക്കൊക്കെ ഭാഗം പറ്റിയത് ജീവിച്ചിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച ആൾക്കൊക്കെ കർമ്മയോഗമാണ് സൗകര്യം. മറ്റത് സാധ്യമല്ല. നമ്മൾ ജ്ഞാനിയൊന്നും ആയിട്ടില്ല. ജ്ഞാനിയായിട്ട് എന്താണ് അതുമാതിരിയാണെന്ന് വെച്ചാൽ മിഥ്യാചാരണവും ഈ ചുവന്ന മുണ്ടിട്ടിട്ട് സ്ത്രീകളെ പറ്റി വിചാരിക്കുന്ന പോലെയാവും. നമ്മൾ ഒന്നും ചെയ്യാതെ ഇരിക്കുകയും ചെയ്യും, പല കാര്യങ്ങളും കിട്ടിയാൽ കൊള്ളാൻ നോക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ മിഥ്യാചാരണവും അത് വരരുത്. ഭഗവാൻ പറഞ്ഞു വളരായിരുന്നു. നീ എന്ത് ചെയ്തോ? അസക്തനായിട്ട് ഈ ഒട്ടലുണ്ടാവരുത്. രണ്ടെന്നുണ്ടെങ്കിലേ ഒട്ടലുള്ളൂ. ഒന്നാണെന്ന് തോന്നിയാൽ ഒട്ടലില്ല. ആ ഒന്നാണെന്ന ഭാവത്തിൽ അതാണ് ഈ ഓം എന്നുള്ള ഇതിൻ്റെ പേര്. ഓം രണ്ട് തരണ്ട് നമ്മുടെ ഈശ്വര ജ്ഞാനത്തിൽ. ഈശ്വരൻ മനുഷ്യനാണോ
അല്ല, മൃഗമാണോ അല്ല, എന്തെങ്കിലും ഒക്കെ നേതി എന്നൊരു സമ്പ്രദായമുണ്ട്. എന്ത് വന്നാലും അതല്ല. കാരണം അതാണ് എന്ന് പറഞ്ഞാൽ പരിമിതം വരും. അതുകൊണ്ടാണ് അതല്ല എന്ന് പറയണത്. അത് സാമാന്യക്കാർക്ക് പറ്റില്ല. നേരെ മറിച്ച് ഓം എന്നുള്ളത് പൂർണ്ണതയാണ്. അതെങ്ങനെയാ വെച്ചാൽ ഈശ്വരൻ നല്ലവനാണോ? അതെ. ഈശ്വരൻ കെട്ടവനാണോ? അതെ. അല്ലാച്ചാൽ ഈശ്വരൻ കെട്ടവനല്ല പൂർണ്ണനാവില്ലല്ലോ, ഇയാൾ പകുതിയാവില്ലേ? ഈശ്വരൻ സത്യമേ പറയുള്ളൂ. അതെ. ഈശ്വരൻ കളവ് പറയും. അതിൻ്റെ അർത്ഥം കളവ് പറയുന്നല്ല, ഈശ്വരൻ നിന്ന് വിട്ടതൊന്നും ഇല്ല എന്നാ. അതാണ് പൂർണ്ണത. എന്തൊക്കെ പറഞ്ഞാലും അതൊക്കെ ഈശ്വരനാണ്. നല്ലതും ഈശ്വരൻ, ചീത്തയും ഈശ്വരൻ. ഭാഗവതിലൊരു ഭാഗവും പറയും, ഈ ഗുണം ദോഷമൊക്കെ ഉണ്ടല്ലോ. ഉദ്ധവൻ ചോദിക്കുമ്പോൾ അവിടെ ഒരു ശ്ലോകത്ത് പറയും, എന്തിനാ ഉദ്ധവ അധികം പറഞ്ഞ് ഗുണദോഷ ദൃഷോ ദോഷ ഗുണസ്തൂഭയവർജിത എന്നൊരു ശ്ലോകമുണ്ട്. ഗുണമുണ്ട് ദോഷമുണ്ട് തോന്നുന്നില്ലേ അർജുന ഉദ്ധവ? അതാ ദോഷം. ഗുണമില്ല ദോഷമില്ല എന്ന് തോന്നുന്നില്ലേ? അതാ ഗുണം. അതായത് ദ്വൈതമാണ് ബുദ്ധിമുട്ട്, ഏകതയാണ് ഗുണം. അപ്പോൾ ഇവിടെയും ഭഗവാൻ പറഞ്ഞത് എങ്ങനെയാണ്? ആ ഏകത അറിഞ്ഞിട്ട് എന്തു ചെയ്യണം? കർമ്മം ചെയ്യണം. ഏകത ഇവിടെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ശരീരമുണ്ട്. ശരീരത്തിനുള്ളിടത്തോളം പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ അത് ഈശ്വരാർപ്പണമാവും ഈ പ്രവൃത്തി. ഇപ്പോൾ സ്വാർത്ഥത്തിന് അത് ഈശ്വരാർപ്പണമായിട്ട് പണി ചെയ്യുമ്പോൾ ആ പണി എത്രയോ മഹത്തായി. ഗാന്ധിജിയൊക്കെ ഇതില്ലേ, അതുപോലെ എത്രയോ മഹാത്മാക്കളുടെ പ്രവൃത്തിയുണ്ട്. അവരെ പോലെ മഹത്തായ സേവനം ചെയ്യുന്ന ആളുകൾ ലോകത്തിന് മുഴുവനും ഒരു മാതൃകയായി. അവരെ കൊണ്ട് ലോകത്തിന് നഷ്ടമില്ല എന്ന് മാത്രമല്ല, വളരെ ഗുണമുണ്ട്. അങ്ങനെ എത്ര കണ്ട് അധികം ആൾ ആ തരത്തിൽ വരുന്നു, അത്ര കണ്ട് ഈ ലോകം ഈശ്വരീയമായിട്ട് മാറും. മുഴുവനാവില്ല, കാരണം അത് അപ്പോൾ പിന്നെ അയാൾക്ക് ലോകമില്ലല്ലോ. പക്ഷേ അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്ക് പറ്റില്ല, ലോകമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ഗുണമാണല്ലോ. ഈ ബുദ്ധി ജീവികളും ശ്രമജീവികളും എന്നൊരു കഥ പറയാറുണ്ട്. എന്തിനാ ബുദ്ധിജീവികൾ പണിയെടുക്കണം? ആവശ്യമില്ല. നേരെ ശ്രമജീവികൾ പണിയെടുത്തോട്ടെ, ഇയാൾ ബുദ്ധി വരും. അപ്പോൾ ബിനുമായി ഞാൻ പറയാറുള്ളത്, ഈ ഈശ്വരൻ ഇവിടെ സൃഷ്ടിച്ചത് കബന്ധ സൃഷ്ടിയല്ല. രാമായണത്തിൽ കബന്ധം ചൊരാളുണ്ട്, തല കുക്ഷിയിലായിട്ടുള്ള ഒരാളുടെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല. ഉണ്ട്, കബന്ധൻ ഉണ്ടെന്നുണ്ട്. നമ്മളെ ഇത് കളിയാക്കാനാ. അതായത് വയറ് മാത്രം കാര്യമുള്ളത്, അതിനുവേണ്ടി ശ്രമിക്കുക. കബന്ധൻ എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ പണിയെടുക്കാൻ, പിന്നെ കുറേ ആൾ ഇങ്ങനെ ചിന്തിക്കാനും. അപ്പോൾ വിനോദ് പറഞ്ഞു, ഈശ്വര സൃഷ്ടിയിൽ അങ്ങനെയല്ല, ഓരോ ഉടലിൻ്റെ മുകളിലും ഓരോ തലയെ വെച്ചുള്ള പറഞ്ഞു. അപ്പോൾ ബുദ്ധിശക്തിയും വേണം, കായിക ശക്തിയും വേണം വെച്ചിട്ടാണല്ലോ ഭഗവാൻ ഇങ്ങനെ വെച്ചത്. അല്ലെങ്കിൽ കുറേ തലകൾ ഉണ്ടാക്കുക, പിന്നെ കുറേ ഈ ഉടലും ഉണ്ടാക്കുക, എന്നിട്ട് ഉടലിങ്ങനെ പണിയെടുക്കുക, തല ഇങ്ങനെ ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അതല്ല, ഇപ്പം സാധിക്കില്ല. വയറെന്നു ശടിക്കുവർ എന്നുള്ളത്. അപ്പോൾ അതിവിടെ പറ്റില്ല. എല്ലാവരും എന്ത് വേണം? കുറച്ചെങ്കിലും പണിയെടുക്കണം. ഈ യജ്ഞഭാവന വേണം, മടക്കി കൊടുക്കണമല്ലോ, അല്ലെങ്കിൽ ഈ ചക്രം ഇല്ലാണ്ട് പോവും. അവൻ പാപിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഈ പ്രവൃത്തി ചെയ്യേണ്ടതിൻ്റെ ആ രസികത്വം. എങ്ങനെയാണ് പ്രവൃത്തി ചെയ്യേണ്ടത്? ആനന്ദത്തോടു കൂടി പ്രവൃത്തി ചെയ്തിട്ട് ജീവിതത്തിൽ എപ്പോഴും ആനന്ദം അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ കർമ്മം കൂടാതെ കഴിയില്ല. കർമ്മം ചെയ്തേ പറ്റൂ. അത് നിയമമാണ്. നിയമത്തിനെ എതിർക്കാൻ നമുക്ക് ആർക്കും പറ്റില്ല. പ്രകൃതിയുടെ നിയമമാണ് കർമ്മം ചെയ്യുന്നത്. കർമ്മം ചെയ്തിട്ടില്ലെങ്കിൽ ആ ആളുടെ അയാൾ മരിച്ച പോലെയാണ്. ശവത്തിന് എന്ത് പ്രശ്നമുള്ളത്? ജീവിച്ചിരിക്കുന്നുണ്ടോ അവൻ്റെ ശരീരം, മനസ്സ്, ബുദ്ധി കർമ്മം ചെയ്തുകൊണ്ടിരിക്കും. അതിൽ കർമ്മം ചെയ്യുന്ന അർജുനൻ്റെ സംശയം എന്തിനാണെന്നാണ്? കർമ്മം ചെയ്തേ പറ്റൂ, യാതൊരു സംശയവുമില്ല. കാരണം അത് നിനക്ക് തന്നെ നല്ലതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നീ ആരായി? ഈശ്വര തുല്യനായിട്ട് മാറും. അപ്പോൾ ഈ കർമ്മയോഗത്തിൻ്റെ മഹാത്മ്യം മുഴുവൻ പറഞ്ഞിട്ട് എത്ര ഇനി ഇങ്ങനെ എന്നെ വേണോ എന്ന് കാണിക്കാനുള്ള ഭാഗമാണ് ഈ പണ്ട് തന്നെ രാജാക്കന്മാർ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളതെന്ന് ഭാഗം പറയാണ്. അത് അടുത്ത ദിവസം പറയാം. ഹരി ഓം സത് സത്.